മാനവ സമുദായത്തിന്റെ ഉദ്ധാരണം, അതിനായിട്ടാണ് അദ്ദേഹം ഈ കഥ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാം. അങ്ങനെ അങ്ങേക്ക് എന്താ നമസ്കാരം, ഗ്രന്ഥകർത്താവിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് വ്യാസൻ തന്നെ മഹാഭാരതത്തെക്കുറിച്ച്, വ്യാസൻ തന്നെ അതിന്റെ താത്പര്യം അല്ലെങ്കിൽ അതിന്റെ മഹിമയെ താൻ തന്നെ പുകഴ്ത്തുന്നുണ്ട്. എങ്ങനെയാ അദ്ദേഹം ഇതിനെ പുകഴ്ത്തുന്നത്? പറയുന്നു, യതിഹാസ്തി തദന്യത്ര യേഹാസ്തി ന തത് ക്വചിത്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. യത് ഇഹ അസ്തി തത് അന്യത്ര. യാതൊന്നാണോ ഇഹ ഇവിടെ അസ്തി ഉള്ളത്, തത് അന്യത്ര അസ്തി, അത് മറ്റുള്ളിടത്തും കണ്ടേക്കാം. എന്തൊക്കെയാണോ മഹാഭാരതത്തിലുള്ളത് അതൊക്കെ നിങ്ങൾ മറ്റുള്ളിടത്തും കണ്ടേക്കാം. മറ്റു പല ഗ്രന്ഥങ്ങളിലും അതിന്റെ സൂചനകളും മറ്റും കണ്ടേക്കാം. അദ്ദേഹം പറയുന്നു, യത് ന ഇഹ അസ്തി, യാതൊന്നാണോ ഇവിടെ ഇല്ലാത്തത്, ന തത് ക്വചിത്, അതൊരിക്കലും മറ്റൊരിടത്തും കാണാൻ വഴിയില്ല എന്ന്. ഇവിടെ ഇല്ലാത്തൊരു സംഭവം എന്നാൽ ഇതാ ഇവിടെയുണ്ട് എന്ന് പറയാൻ കാണില്ല. അത്രയും ലക്ഷം ശ്ലോകങ്ങളെ കൊണ്ട്, 18 പർവ്വങ്ങളെ കൊണ്ട്, ഓരോ പർവ്വങ്ങളിലും എത്രയോ അധ്യായങ്ങൾ, ആ അധ്യായങ്ങളിലൊക്കെ എത്രയോ ശ്ലോകങ്ങളെ രചിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഈ ശ്ലോകങ്ങളെ കുറിച്ചൊക്കെ പല ചരിത്രകാരന്മാര് അല്ലെങ്കിൽ പാശ്ചാത്യ പണ്ഡിതന്മാരൊക്കെ വ്യാസൻ ഒന്നാണോ അതോ പലതാണോ, അവർക്ക് സമാധാനിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയിട്ടുള്ളത് വ്യാസൻ പലതാണെന്നാണ്. ഒരാൾക്ക് ഇത്രയും സാധിക്കില്ല എന്നാണ്. പാശ്ചാത്യ മനസ്സിന് വ്യാസന്റെ ഈ എന്താ പറയുക, ഈ ഗീത പോലും പിൽക്കാലത്ത് രചിക്കപ്പെട്ടതാണെന്നും അതിൽ കൂട്ടിച്ചേർത്തതാണെന്നും ഒക്കെ പല മതങ്ങളുണ്ട്. നിങ്ങൾ അതൊക്കെ പലയിടത്തായിട്ട് വായിക്കുക, കേൾക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സ്വാമിക്ക് ആ വിഷയത്തിൽ അത്ര താല്പര്യമില്ല എന്ന് പറയാം. കാരണം ചരിത്രകാരന്മാര് ഇത്ര കാലമായിട്ടും ഒരു കൃത്യമായ നിർണയം ഒന്നിനെക്കുറിച്ചും ചെയ്തിട്ടില്ല. ചരിത്രത്തിന്റെ പരിമിതിയാണത്. അതുകൊണ്ടാണ് ചിന്മയാനന്ദ സ്വാമികൾ പറയാ, ഹിസ്റ്ററി നമുക്കില്ല എന്ന് സ്വാമിജി പറയും. പിന്നെ ഉള്ളതോ ഹിസ് സ്റ്റോറിയാണ്. അത്ര അദ്ദേഹത്തിന്റെ കഥകളാണ്. അതെന്താണ്? അത് മിസ്റ്ററിയാണ്. ആ മിസ്റ്ററി മൈ സ്റ്റോറിയാണ്. അതെന്റെ കഥയാണ്. വ്യാസനും അങ്ങനെയാണ് കാര്യം പറയുന്നത്. അപ്പം ഇവിടെയുള്ളത് മറ്റുള്ളിടത്തൊക്കെ കണ്ടേക്കാം, എന്നാൽ ഇവിടെ ഇല്ലാത്ത ഒന്ന് മറ്റുള്ളിടത്ത് ന ക്വചിത്, ഒരിക്കലും സംഭാവ്യമല്ല എന്ന് അദ്ദേഹം എന്താ പറയാ, നമ്മളെ വെല്ലുവിളിക്കുകയാണ് വ്യാസൻ. ഈ വെല്ലുവിളി ആരും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മഹാഭാരതത്തിൽ ഇല്ലാത്തത് ഇതാ ഇവിടെ എന്ന് കാണിക്കാൻ വിശ്വസാഹിത്യത്തിൽ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല എന്ന് പറയും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആ വ്യാസന്റെ പ്രഭാവമാണ് എന്ന് പറയാം. തുടർന്ന് ആ ഈ ഗ്രന്ഥത്തിൽ ആരെക്കുറിച്ചാണോ പറയുന്നത്, ആദ്യം ഗ്രന്ഥത്തിന് നമസ്കാരം, പിന്നീട് ഗ്രന്ഥകർത്താവിന് നമസ്കാരം, തുടർന്ന് ഗ്രന്ഥത്തിൽ ആരാണ് കേന്ദ്രമായി നിലകൊള്ളുന്നത് അദ്ദേഹത്തിനും നമസ്കാരം. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. പ്രപന്ന പാരിജാതായ, പ്രപന്നന്മാർക്ക്, ആശ്രയിച്ചിട്ടുള്ളവർക്ക്, ശരണാഗതി അടഞ്ഞിട്ടുള്ളവർക്ക് ഭഗവാൻ ആരാണത്രേ? പാരിജാതമാണ്. സ്വാമി ഇതൊക്കെ പറയാം, ഞങ്ങൾ എത്ര കാലമായി ഭഗവാന് ശരണാഗതി അടഞ്ഞിട്ടെന്നറിയോ? ഇല്ല എന്ന് പറയാം. നമ്മൾ ഭഗവാനെയാണോ ആശ്രയിച്ചത് അതോ ഭഗവാനിൽ നിന്നാണോ ആശ്രയിച്ചത്? ഭഗവാനിൽ നിന്ന് ചിലത് കിട്ടണം എന്ന് പറയുന്ന സമയത്ത് നാം വിചാരിക്കുന്നു നാം ഭഗവാനെ ആശ്രയിച്ചവരാണ് എന്ന്. അങ്ങനെയാണ്. ഭഗവാന്റെ അടുത്ത് പോയിട്ട് പല വലിയ ലിസ്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ഇന്നതൊക്കെ വേണം എന്ന് പറയുന്നു. അപ്പൊ ആശ്രയിക്കുന്ന ഒരാൾക്ക്, ശരണാഗതി അടഞ്ഞിട്ടുള്ളവന് ലിസ്റ്റൊന്നും ഉണ്ടാവില്ല.
ഒരു ലിസ്റ്റും ഇല്ല എന്ന് പറയും. ഞാൻ അങ്ങയിൽ ശരണാഗതനാണ്. ശരണാഗതനായി കഴിഞ്ഞാൽ പിന്നെ എന്താ? പാരിജാതമാണ്. എന്താണോ സങ്കല്പിക്കുന്നത് അത് കിട്ടും. അപ്പൊ ഓർത്തോളുക. അപ്പൊ ഞാൻ ശരണാഗതനായിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അത് കഷ്ടതകളാണെങ്കിലും നല്ലതാണെങ്കിലും ഒക്കെ. അതുകൊണ്ടാണല്ലോ അമ്പലത്തിൽ പ്രസാദം കിട്ടുമ്പോൾ അതിൽ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും കല്ലുണ്ടാവും എന്നാണ്. അത് ഇതിന്റെ ഒരു സൂചനയാണ് അത്രേ, ഈ ഒരു കല്ല് കടിക്കുന്നത്. പക്ഷെ നമ്മൾ പറയും, ഓ ആ തിരുമേനിക്കൊന്ന് മര്യാദയ്ക്കൊന്ന് നോക്കിയൊന്ന് ആ അരി അടുപ്പത്തിട്ടാ എത്ര നന്നു. വളരെ രുചിയോടുകൂടി കടിച്ചതായിരുന്നു ഒരു കടി. ചിലപ്പോൾ പല്ലിന്റെ അഗ്രം തന്നെ പൊട്ടി എന്ന് വന്നേക്കാം. ശബരിമലയിലെ അപ്പം കടിക്കണമെങ്കിൽ ഇടിക്കണം അല്ലേ? നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്താ? പ്രസാദമാണ് ഭഗവാൻ തരിക. ഇത് അത്ര വളരെ സോഫ്റ്റ് ഒന്നുമല്ല ഭഗവത് പ്രസാദം എന്ന് പറയുന്നത്. അത് കിട്ടുന്നവർക്ക് അതിനനുസരിച്ചിരിക്കും. ശബരിമലയിലെ ഒരപ്പം 100 ആൾക്കാക്കാം. കാരണം അത് അങ്ങനെ പൊടിച്ച് 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 എടുക്കാമെന്ന് പറയും. ഭഗവത്ഗീത ഒരു പാരിജാത വൃക്ഷമായിട്ടാണ് പറയുന്നത്. പാരിജാത വൃക്ഷത്തെക്കുറിച്ച് ഒരു കഥ പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതിലിരിക്കുന്ന എല്ലാവരും തന്നെ. പക്ഷെ സ്വാമിക്ക് പറയാതെ വയ്യാന്ന് പറയാം. ഓർത്ത് വെക്കാൻ നല്ലതാ. ഒരാള് നടന്നു പോകുന്നു, വിശ്രമിക്കാനായിട്ട് ഒരു മരച്ചുവട്ടിൽ കിടക്കുന്നു. മരച്ചുവട്ടിൽ കിടന്ന് നന്നായിട്ട് കാറ്റ് വന്ന് ഉറങ്ങിപ്പോകുന്നു. ഉറങ്ങി തളർന്ന് ഉറങ്ങി ഉണർന്ന ആള് ദാഹിക്കുന്നു. ആ ദാഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നുന്നു കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. നോക്കുമ്പോൾ പാരിജാത വൃക്ഷത്തിന്റെ ചുവട്ടിലായിരുന്നു. ഉടനെ വെള്ളം വന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പം കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചപ്പം അത് കിട്ടി. അങ്ങനെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഉറങ്ങണം എന്നായി. വീണ്ടും ഉള്ള ഉറക്കത്തിന് ആ കല്ലും മണ്ണും ഒന്നും അത്ര സുഖമായി തോന്നിയില്ല. ഇവിടെ കുറച്ചൊരു മെത്ത പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് കരുതിയപ്പോഴേക്കും മെത്ത വന്നു. മെത്തയിൽ കിടന്നപ്പോൾ ഉറക്കം വരുന്നില്ല. കാലിനൊക്കെ ഒരു വേദന, നടന്ന് അവശനായിട്ടോ. കാല് തീരുമാനമൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഉടനെ കാല് തീരുമാനം ആരൊക്കെയോ വന്നു. വീണ്ടും ഉറങ്ങിപ്പോയി. കാല് തിരുമിയവർ പോയി. ഉണർന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വൈകിയപ്പം വിജനമായിട്ടുള്ള പ്രദേശം. ഇവിടെ വല്ല നരിയോ പുലിയോ മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ കഥ കഴിഞ്ഞേനെ എന്ന് പറയലും നരിയും പുലിയും വന്ന് അദ്ദേഹത്തിന്റെ കഥ കഴിച്ചു എന്നാണ്. ഇത് വളരെ ആലോചിക്കാനുള്ള, വളരെ ആലോചനാമൃതമായിട്ടുള്ള ഒരു കഥയാണെന്ന് പറയാം. ഈ ലോകത്ത് ഈ പാരിജാത വൃക്ഷമാണ് ഈ ലോകം, ഈ വിശ്വം. ഈ വിശ്വത്തിൽ നമുക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനെ നാം ആഗ്രഹിക്കുന്നതാണ്, നാം ആഗ്രഹിച്ചു കൂട്ടുന്നതാണ്. വെറുതെ നമ്മൾ ഓരോന്നും ആഗ്രഹിക്കുന്നു, വെറുതെ ആഗ്രഹിക്കുന്നു. കുട്ടി 5 മിനിറ്റ് വൈകിയാൽ എന്താ ചിന്തിക്കുന്നത്? ആഗ്രഹിക്കാന്ന് പറഞ്ഞ ചിന്തകൾ അല്ലേ? അവൻ വല്ല ബസിന്റെ ഇടയിൽ പെടുവോ ഈശ്വര അല്ലേ? ഉടനെ TV വയ്ക്കുകയായി. അങ്ങനെ നമ്മൾ പലതും ആഗ്രഹിച്ചു കൂട്ടുന്നു. അപ്പൊ പ്രപന്ന പാരിജാതായ എന്ന് പറയുമ്പം ആശ്രയിച്ചിട്ടുള്ളവർക്ക്, പരിപൂർണമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവർക്ക് കൽപ്പവൃക്ഷമായി നിലകൊണ്ടുകൊണ്ട് തോത്രവേത്രൈക പാണയെ ഒരു കൈയിൽ ചാട്ടവാറേന്തിയവനായിക്കൊണ്ട്. ഭഗവാന്റെ ഒരു കൈയിൽ ചാട്ടവാറാണ്, നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയോ ഒരു കൈയിലോ ജ്ഞാനമുദ്രായ, അറിവാകുന്ന മുദ്ര, ജ്ഞാനമുദ്ര, ഒരു കൈയിൽ ചാട്ടവാർ. ഗീതാമൃതദുഹേ, ഗീതയാകുന്ന അമൃതത്തെ കറന്നെടുക്കുന്ന കൃഷ്ണായ, എല്ലാറ്റിനെയും ആകർഷിക്കുന്നവനായ, കർഷണേ ഇതി കൃഷ്ണ, ആ കൃഷ്ണനായിക്കൊണ്ട് നമഃ, എന്റെ നമസ്കാരം. അപ്പോൾ ഒന്നാമത്തെ നമസ്കാരം ഭഗവത് ഗീതയാകുന്ന ഗ്രന്ഥത്തിന്, രണ്ടാമത്തെ നമസ്കാരം ഗ്രന്ഥകർത്താവായിട്ടുള്ള വ്യാസഭഗവാന്, മൂന്നാമത്തെ നമസ്കാരം സാക്ഷാൽ ജഗദീശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണൻ. ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള
3 പരാമർശങ്ങളുണ്ട്. ഒന്ന് പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയെ ജ്ഞാനമുദ്രായ. ഇതിനെ പൂർവന്മാരായിട്ടുള്ള ആചാര്യന്മാർ പറയുന്നത് ഭക്തി ജ്ഞാന കർമ്മ അല്ലെങ്കിൽ ജ്ഞാനകർമ്മ ഭക്തി സമന്വയ രൂപമാണ്, അതിന്റെ സമ്മേളനമാണ് ഭഗവാന്റെ ഈ രൂപത്തിൽ എന്നാണ്. പ്രപന്ന പാരിജാതായ എന്നത് ഭക്തിയുടെ ലക്ഷണമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ശരണാഗതി എന്നാണ്. ഭക്തിയെ നാരദ ഭക്തിസൂത്രത്തിൽ നാരദർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് സാത്വ അസ്മിൻ പരമപ്രേമ രൂപ എന്നാണ്. പരമമായ പ്രേമം അസ്മിൻ ഇവനിൽ, അതിൽ തന്നിൽ തന്നെയുള്ള പരമമായ പ്രേമം. ആ പരമമായ പ്രേമത്തിലാണ് ശരണാഗതി ഉണ്ടാകുന്നത് എന്ന് പറയും. അതാണ് ആദ്യത്തെ ഭക്തിയുടെ ലക്ഷണം. പിന്നെയോ ചാട്ടവാറ് കർമ്മത്തെ സൂചിപ്പിക്കുന്നു എന്നാണ്. ജ്ഞാനമുദ്ര അറിവ്. അപ്പം അറിവ്, കർമ്മം, ശരണാഗതി, അല്ലെങ്കിൽ ശരണാഗതി, ഇത് തന്നെ അറിവ്, കർമ്മം, ശരണാഗതി. ഇത് മൂന്നും ഇതിന്റെ സമന്വയമൊക്കെ ഒരു അധ്യായം തന്നെയുണ്ട്. ജ്ഞാനകർമ്മ സന്യാസം ഒരു അധ്യായം തന്നെ ഈ കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളപ്പം വിസ്തരിച്ച് മനസ്സിലാക്കും. എന്താണ് ജ്ഞാനയോഗം, എന്താണ് കർമ്മയോഗം, എന്താണ് ഭക്തിയോഗം? ഇതൊക്കെ വെവ്വേറെ നിലകൊള്ളുന്നതാണോ, അതോ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഒന്നും വേറെ വേറെയാണോ? ഇതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ ആ സമയത്ത് വിസ്തരിച്ച് മനസ്സിലാക്കുന്നു പറയാം. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കൃഷ്ണനെ കുറിച്ച് കേൾക്കുമ്പോൾ വളരെ കുറച്ച് ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. ആരാണ് കൃഷ്ണൻ എന്ന് തുടർന്ന് ഇവിടെ വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്നൊക്കെ വരാൻ പോകുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് തന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രൂപമോ ഭാവമോ ഒന്നും വേണ്ട എന്ന് പറയാം. എന്താണ് കൃഷ്ണൻ? പ്രപഞ്ച രഹസ്യത്തിന്റെ ആ പ്രപഞ്ച രഹസ്യത്തെ ജ്ഞാനമെന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ അതാണ് കൃഷ്ണൻ. അങ്ങനെയാ വ്യാസൻ നമുക്ക് അവതരിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യമാണത്. ആ രഹസ്യത്തിനൊരു പേര് ചൊല്ലാമെങ്കിൽ അതിന്റെ പേരാണ് കൃഷ്ണൻ എന്ന്. അതുകൊണ്ട് ഗർഗൻ പേരിടുന്ന സമയത്ത് ഈ കാര്യം പറയുന്നുണ്ട്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ആകർഷിക്കുന്നത്, എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കാണ്. എന്താണ് ഈ പ്രപഞ്ചം? എവിടെ നിന്ന് ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചു? എവിടെയാണ് ഇത് നിലകൊള്ളുന്നത്? ആത്യന്തികമായിട്ട് ഇതിന്റെ വിലയനം എവിടേക്കാണ്? ആ കേന്ദ്രമാണ് കൃഷ്ണൻ എന്ന് പറയുക. അതിനെയാണ് ഇതിൽ വളരെ വിസ്തരിച്ച് വെളിപ്പെടുത്താൻ പോകുന്നത്. ആ കൃഷ്ണന്റെ ധാർമ്മികമായ ചില ഉപദേശങ്ങൾ, അതിനൊരു മാനുഷികമായിട്ടുള്ള ഭാവം വ്യാസൻ കൈവരിച്ച സമയത്ത്, അതിന് കൊണ്ടുവന്ന സമയത്ത് അതിന്റെ ആ ഔന്നിത്യത്തെ പ്രാപിച്ചിട്ടുള്ളതാണ് ഭഗവത്ഗീത എന്ന് പറയാം. കൃഷ്ണന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയിലൂടെ വേണം കൃഷ്ണനെ മനസ്സിലാക്കാൻ. ഭഗവത്ഗീതയിൽ കൃഷ്ണനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാഗവതത്തിലെ കൃഷ്ണനെ വളരെ എളുപ്പം മനസ്സിലാവും. നമ്മളിപ്പോ ഭാഗവതത്തിലെ കൃഷ്ണനുമായിട്ട് അങ്ങനെ ഇരിക്കുക. ഭാഗവതത്തിലെ കൃഷ്ണൻ കുഴപ്പക്കാരൻ എന്നല്ല, പക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടെ പ്രായം ഒക്കെ ആയിട്ടുള്ള കുറച്ചുകൂടെ ഒരു മാറ്റമുണ്ട് എന്ന് പറയാം. ഇവിടെ കൂടുതൽ കളികളൊന്നുമില്ല. അപ്പൊ ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ വേണം ഇവിടെ കൃഷ്ണനെ കാണാൻ. കൃഷ്ണന്റെ ഏറ്റവും ഉന്നതിയെ പ്രാപിച്ചിട്ടുള്ളതാണ് ഭഗവത്ഗീതയിൽ. അവിടെ പറയുന്നു ജ്ഞാനകർമ്മ സമന്വയമായിട്ടുള്ള അതിന്റെ മൂന്നിന്റെയും ലയനം ഈ പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയെ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാ മൃതദുഹേ നമഃ. തുടർന്ന് വീണ്ടും എങ്ങനെയാണ് ഭഗവാൻ
ഗീതയിൽ, അല്ലെങ്കിൽ ഭഗവാനെ എങ്ങനെ വേണം മനസ്സിലാക്കാൻ, എങ്ങനെയാണ് ഭഗവാൻ ഈ ഗീതാശാസ്ത്രം ലോകർക്ക് നൽകിയത്, ഇത്യാദി കാര്യങ്ങളൊക്കെ മധുസൂദന സരസ്വതി കവിയുടേതായിട്ടുള്ള ആ മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. നോക്കാം നമുക്ക്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. അപ്പൊ വേദത്തെ നാലാക്കി പകുത്തിട്ടുണ്ട്, നാലാക്കി പകുത്തിരിക്കുന്നു വേദം. ആദ്യത്തെ ഭാഗത്തിന് മന്ത്രം അഥവാ സംഹിത എന്ന് പറയും. മന്ത്രം അഥവാ സംഹിത. സംഹിത എന്ന് പറഞ്ഞാൽ സന്ധാനം ചെയ്യപ്പെട്ടത്, കൂട്ടിയോജിപ്പിച്ചത് എന്ന്. വേദത്തില് മന്ത്രങ്ങളുണ്ട്. മന്ത്രം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, മനനാത്രായതേ ഇതി മന്ത്ര, നമ്മളെ കൊണ്ടുപോകുന്നു. ഉദാഹരണത്തിന് ഒരു ശബ്ദം, ആന എന്ന ശബ്ദം, ആനയുടെ രൂപത്തിലേക്കും ആനയുടെ ഭാവത്തിലേക്കും ആനയുടെ ഗുണവിശേഷണങ്ങൾ നമ്മെ ബോധിപ്പിച്ചു തരുന്നു ആ മന്ത്രം, ആ വാക്ക്. ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ, അനേക മന്ത്രങ്ങളുണ്ട്. അപ്പൊ മന്ത്രം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നു നമ്മളെ. അപ്പൊ ഈ മന്ത്രങ്ങളുടെ സവിശേഷത എന്താ? മറ്റുള്ളതൊക്കെ വാക്കുകളാണ്. വാക്കുകൾ എന്ന് പറയുമ്പം നാമരൂപങ്ങളുള്ളതാണ് വാക്കുകൾ. നാമത്തെയും രൂപത്തെയും കുറിക്കാനുള്ളതാണ് വാക്കുകൾ. മന്ത്രങ്ങളോ നാമരൂപങ്ങളില്ലാത്തതിന്, അതാണ് ലിപിയില്ലാത്തത്, അക്ഷരങ്ങളില്ലാത്തത്, അതിന്റെ അപ്പുറത്തേക്കുള്ളതാണത്. അപ്പൊ നമ്മളെ കൊണ്ടുപോകുന്നത് തന്നെ അങ്ങനെ ഒരു ഇടത്തേക്കാണ്. അപ്പൊ അതിന്റെ ദൗത്യം വലുതാണ്. അതുകൊണ്ട് അതിനെ മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ ഭാഗത്തെ മന്ത്രം അഥവാ സംഹിത. രണ്ടാമത്തെ ഭാഗത്തിന് ബ്രാഹ്മണം എന്ന് പേര്. ബ്രാഹ്മണം. മൂന്നാമത്തെ ഭാഗത്തിന് ആരണ്യകം എന്ന്. നാലാമത്തെ ഭാഗത്തിന് ഉപനിഷത്ത് എന്ന്. ഉപനിഷത്തുകൾ. അപ്പൊ വേദത്തെ നാലാക്കി പകുത്തിട്ടുണ്ട്. മന്ത്രം അഥവാ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഉപനിഷത്തുകളിലാണ് വേദത്തിന്റെ സമസ്ത താത്പര്യങ്ങൾ നിർണയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നത്. വേദത്തിന്റെ താത്പര്യങ്ങൾ, വേദം എന്താണ്, എന്തിനായി വേദം നിലകൊള്ളുന്നു എന്നുള്ളത് ഉപനിഷത്തിൽ ഉണ്ട്. ഈശാവാസ്യ ഉപനിഷത്ത് 18 മന്ത്രങ്ങളുള്ള വളരെ ചെറിയ ഉപനിഷത്താണ്. ശുക്ല യജുർവേദത്തിൽ വരും. ഇങ്ങനെ അനേകം ഉപനിഷത്തുകളുണ്ട്. പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകൾക്ക് ആചാര്യസ്വാമികൾ ഭാഷ്യം രചിച്ചിരിക്കുന്നു. ഈശം, കേനം, കടം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, ഐതരേയം, തൈത്തരീയം, ബൃഹദാരണ്യകം, ചാന്തോക്യം, ശ്വേതാശ്വതരം ഇത്യാദി ഉപനിഷത്തുകളെ ഏകാദശോപനിഷത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇങ്ങനെ 11 ഉപനിഷത്താണോ അല്ല, 108 ഉപനിഷത്താണോ അല്ല, ഉപനിഷത്തുക്കൾ അനേകമാണ്. ഇവിടെ സർവോപനിഷത്തോ എന്ന് പറയുമ്പോൾ ഉപനിഷത്തുക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയല്ലോ, അതായത് പരമമായ സത്യത്തെ വെളിപ്പെടുത്തി തരുന്നതാണത്. പരമമായ സത്യത്തെ. അത് പല ചർച്ചയുണ്ട്. അച്ഛനും മകനുമായിട്ടുള്ള ചർച്ചയുണ്ട്, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ചർച്ചയുണ്ട്, ഗുരുവും ശിഷ്യനുമായിട്ടുള്ള ചർച്ചയുണ്ട്. ഇതൊക്കെ ഉപനിഷത്താണ്. അപ്പൊ യാജ്ഞവൽക്യനും മൈത്രേയിയും ഭാര്യയും ഭർത്താവുമാണ്. ഉദ്ദാലകനും ശ്വേതകേതുവും അച്ഛനും മകനുമാണ്. ഇതുപോലെ ഗുരു ശിഷ്യ സംവാദം. ഇതിലൊക്കെ പരമമായ സത്യത്തെക്കുറിച്ച് ഉള്ള വെളിപ്പെടുത്തലുകളാണ്. അങ്ങനെ ആ പരമമായ സത്യത്തെ വെളിപ്പെടുത്തിയിട്ടുള്ള ഓരോരോ ഋഷീശ്വരന്മാരും ഏതേത് തലങ്ങളിൽ, ഏതേത് പ്രകാരങ്ങളിൽ അവർക്ക് മുൻപിൽ വന്ന ശിഷ്യരെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ പ്രകാരത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ഈ ഉപനിഷത്തുക്കളെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് അതിനെ ഒരു പശുവായി സങ്കല്പിച്ചാൽ, അതിനെ ഒരു പശുവായി രൂപം കൊടുത്താൽ എന്നാണ് ഇവിടെ പറയുന്നത്. സർവോപനിഷതോ ഗാവോ എന്ന്. ദോഗ്ധ ഗോപാലനന്ദന. അതില് ഗോപാലനന്ദനൻ, ദോഗ്ധ കറവക്കാരൻ, പാർത്ഥ അർജുനൻ, വത്സഹ പശുക്കുട്ടി, സുധി നല്ല ബുദ്ധിയുള്ള ഭോക്താവ് അനുഭവിക്കുന്നവൻ,
ദുഗ്ധം മഹത് ഗീതാമൃതം, പാൽ മഹത്തായിട്ടുള്ള ഗീതാമൃതമാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പശു എന്താണ്? ഈ പശു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപനിഷത്തുക്കളെ കൊണ്ട് നിർമ്മിച്ച പശുവാണ്. ഈ ഉപനിഷത്തുക്കളെല്ലാം കൂടെ ഒരു പശുവായാലൊന്ന് ഭാവന ചെയ്തു നോക്കണേ. ആ പശു തരുന്ന പാല്, ആ പശു തരുന്ന പാലാണത്രേ എന്ത്? ഗീതാമൃതം, ഭഗവത്ഗീത. അതിന്റെ ക്രീമായിട്ടുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഇവിടെ ഒരു പശുക്കുട്ടിയുണ്ട്, അർജുനൻ. പിന്നെയോ ഒരു കറവക്കാരനുണ്ട്, കേശവൻ. അപ്പം ഭഗവാനെ ഈ ശ്ലോകത്തിൽ മധുസൂദന സരസ്വതി ഒരു കറവക്കാരനായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. അർജുനനെയോ ഒരു കിടാവായിട്ട്. ഇത് വളരെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രയോഗമാണ്, അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തന്നിരിക്കുക. എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്ന്. അപ്പൊ വരും ലോകത്തിന് മധുസൂദന സരസ്വതിക്ക് നന്നായിട്ടറിയാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന്. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന. അതില് ഗോപാലനന്ദനൻ, ദോഗ്ധ കറവക്കാരൻ, പാർത്ഥ അർജുനൻ, വത്സഹ പശുക്കുട്ടി, സുധി നല്ല ബുദ്ധിയുള്ള ഭോക്താവ് അനുഭവിക്കുന്നവൻ, ദുഗ്ധം മഹത് ഗീതാമൃതം, പാൽ മഹത്തായിട്ടുള്ള ഗീതാമൃതമാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പശു എന്താണ്? ഈ പശു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപനിഷത്തുക്കളെ കൊണ്ട് നിർമ്മിച്ച പശുവാണ്. ഈ ഉപനിഷത്തുക്കളെല്ലാം കൂടെ ഒരു പശുവായാലൊന്ന് ഭാവന ചെയ്തു നോക്കണേ. ആ പശു തരുന്ന പാല്, ആ പശു തരുന്ന പാലാണത്രേ എന്ത്? ഗീതാമൃതം, ഭഗവത്ഗീത. അതിന്റെ ക്രീമായിട്ടുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഇവിടെ ഒരു പശുക്കുട്ടിയുണ്ട്, അർജുനൻ. പിന്നെയോ ഒരു കറവക്കാരനുണ്ട്, കേശവൻ. അപ്പം ഭഗവാനെ ഈ ശ്ലോകത്തിൽ മധുസൂദന സരസ്വതി ഒരു കറവക്കാരനായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. അർജുനനെയോ ഒരു കിടാവായിട്ട്. ഇത് വളരെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രയോഗമാണ്, അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തന്നിരിക്കുക എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്ന്. അപ്പൊ വരും ലോകത്തിന് മധുസൂദന സരസ്വതിക്ക് നന്നായിട്ടറിയാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന്. അപ്പൊ പശുക്കുട്ടിക്ക് പാവം പാല് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ, വളരെ കുറച്ച്, വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും ഒരു ചുരത്തല് ആവശ്യമായി വന്നത്. ആ ചുരത്തിയ പാലിന്റെ പേരാണ് അനുഗീത എന്ന്. ഭഗവത്ഗീതയേക്കാൾ ഗംഭീരം എന്നാ പറയുന്നത്. കുറേയും കൂടെ സങ്കീർണമാണ് അതിലെ വിഷയം. അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിക്കുന്നു, അങ്ങ് പറഞ്ഞതൊന്നും എനിക്ക് അന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ ദാഹമുണ്ട് എനിക്ക്, ആ ദാഹം കൂടെ തീർക്കേണ്ടതുണ്ട്, ഭഗവാനെ ഒന്നുകൂടെ ഉപദേശിച്ചാലും എന്ന്. അങ്ങനെയാണ് അനുഗീത ഭഗവാൻ, തുടർന്നു വരുന്ന ഗീത ഭഗവാൻ ഉപദേശിക്കുന്നത്. വീണ്ടും കുറച്ചുകൂടെ പാല് ഇറക്കി കൊടുത്തു. അത് അർജുനനുള്ളതാണ്. അത് അർജുനന് കിട്ടി എന്ന് പറയും. അപ്പൊ അർജുനനാകുന്ന കിടാവ്, ഈ ഉപനിഷത്താകുന്ന പശു, കറവക്കാരനായിട്ടുള്ള ഭഗവാൻ. കറവക്കാരൻ ഇവിടെ കേമനാണ്, നല്ല ബുദ്ധിയുള്ള കുട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അർജുനൻ ഈ പശുവിന്റെ അകിട്ടില് ഓരോരോ മുട്ട് കൊടുക്കും, പാല് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ മുട്ടുന്നത് എന്തിനാണ്? പാല് ചുരത്താൻ വേണ്ടിയിട്ട് എന്ന് പറയാം. നിങ്ങൾക്കറിയാം, നല്ല സാമർഥ്യമുള്ള കറവക്കാർ എന്താ ചെയ്യാം അല്ലേ? നല്ല സാമർഥ്യമുള്ള കറവക്കാർ ഒരു 5 ലിറ്റർ പാല് കറക്കുന്ന പശുവാണെങ്കിൽ 5.25 ലിറ്റർ പാല് അവർ കറന്നെടുക്കും. അതിനെ ചോരയും കൂടെ നീരാക്കി ഇങ്ങോട്ട് എടുക്കും എന്ന് പറയും. അതോ ഒരു സാമർഥ്യവും ഇല്ലാത്ത കറവക്കാരനാണെങ്കിലോ കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കും. പിന്നെ ലോകർക്ക് പാല് കിട്ടില്ല എന്ന് പറയാം, നമുക്ക് പാല് കിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഭഗവത്പാദർ ഇങ്ങനെ പറഞ്ഞത്, അർജുനൻ നിമിത്തീകൃത്യ ലോകസംഗ്രഹാർത്ഥം എന്ന് പറഞ്ഞത്. അർജുനൻ കുട്ടി പോയിട്ട് ഓരോ മുട്ടാണ്, ഓരോ മുട്ടിയപ്പം ഇതിങ്ങോട്ട് പാലിങ്ങോട്ട് ചുരത്തുകയായി, പിന്നെ ഭഗവാൻ ഇങ്ങോട്ട് കറക്കുകയായി എന്ന് പറയാം. അപ്പൊ പാവം അർജുനൻ
മുട്ടാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചോദ്യ രൂപത്തിലുള്ള മുട്ട് ഭഗവാൻ അങ്ങനെ ഇറക്കി കൊടുത്തു. ഒരു 700 ലിറ്ററോളം പാല്. വളരെ നല്ലൊരു കവി ഭാവനയാണ്. ഭഗവാൻ കറവക്കാരനും അർജുനൻ കിടാവും, ഉപനിഷത്തുകളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പശു, ആ പശുവിന്റെ പാലാണ് ഭഗവത്ഗീത. അപ്പൊ എല്ലാ ഉപനിഷത്തുക്കളുടെയും സാര സംഗ്രഹഭൂതം ഉദ്ഘാടന ഭാഷണത്തിൽ പുരന്ദരാനന്ദ സ്വാമികള് അത് പറഞ്ഞു. വിവേകാനന്ദ സ്വാമികൾ പറയും, സർവശാസ്ത്ര സാരസംഗ്രഹഭൂതം ഭഗവത്ഗീത എന്ന്. സർവശാസ്ത്രങ്ങളുടെയും സാരത്തെ സംഗ്രഹിച്ച് അവതരിപ്പിച്ചതാണ് ഭഗവത്ഗീത. അതിന് ഉപനിഷത്തുകളൊക്കെ വരുന്നുണ്ട്. ഉപനിഷത്തിലെ മന്ത്രങ്ങളൊക്കെ അതുപോലെ കാണാം. കഠോപനിഷത്തുമായിട്ട് ഏറെ സാമ്യം പുലർത്തുന്നു ഭഗവത്ഗീത. അതുപോലെ മറ്റ് സമാനമായിട്ടുള്ള മറ്റു ഉപനിഷത്തുകളിലെ മന്ത്രങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് എന്ന് പറയാം. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. വീണ്ടും ഭഗവാനെ സ്തുതിക്കുന്നു. വസുദേവസുതം, വസുദേവസുതനായിട്ടുള്ള, വസുദേവരുടെ പുത്രനായിട്ടുള്ള ആരാണ്? ദേവനെ. എന്തിനായിക്കൊണ്ടാണ് ഈ വസുദേവന്റെ പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചത് എന്നാണെങ്കിൽ പറയുന്നു, കംസ ചാണൂര മർദ്ദനം. കംസൻ, ചാണൂരൻ, മുഷ്ടികൻ, പിന്നെ പൂതന, ഈ തൃണാവർത്തൻ, ഷടകാസുരൻ, ഇങ്ങനെയുള്ള അസുരന്മാരെയൊക്കെ മർദ്ദിക്കുന്നതിനായിട്ട്, അസുരന്മാരെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിനാണ് ഭഗവാൻ അവതരിച്ചത്. എന്താണ് ഈ അവതാരം? എങ്ങനെയാണ് അസുരന്മാരെ ഇല്ലാതെയാക്കുന്നത്? അതൊക്കെ നമ്മുടെ വരാൻ പോകുന്ന വിഷയമാണ്. അതുകൊണ്ട് ആ സമയത്ത് വളരെ നന്നായിട്ട് തന്നെ നമുക്കിതൊക്കെ മനസ്സിലാക്കാം. ഇപ്പം ഇത്രയും മനസ്സിലാക്കുക. എന്താ? വസുദേവ പുത്രനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ, കംസൻ എന്ന് പറഞ്ഞാൽ കഹാസഹ ഇതി കംസഹ എന്നാണ്. ആരാണവൻ? ഏത് ഈശ്വരൻ, എന്ത് ഈശ്വരൻ എന്നൊക്കെ ചോദിക്കുന്ന താർക്കിക ബുദ്ധിയെയാണ് കംസൻ എന്ന് പറയുക. അതിനെയൊക്കെ ഇല്ലാതെയാക്കണമെങ്കിൽ ആർക്കാണ് സാധിക്കുന്നത് എന്നാണെങ്കിലോ ഭഗവാനാണെന്ന് പറയാം. ഇനി ഈ മുഷ്ടികൻ, ചാണൂരൻ എന്നൊക്കെ പറഞ്ഞാൽ ആസുരികമായിട്ടുള്ള ഭാവങ്ങൾ. ഈ ആസുരികമായിട്ടുള്ള ഭാവത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഈ അവതാര രഹസ്യത്തെയൊക്കെ അധ്യായത്തിൽ പറയുന്നുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് ഭഗവാൻ വെളിപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വിസ്തരിക്കാം. ഇനി ദേവകീ പരമാനന്ദം, ആ അമ്മയ്ക്ക് പരമാനന്ദത്തെ പ്രദാനം ചെയ്യാനായിക്കൊണ്ട്, ചെയ്തവനായിട്ട്. അപ്പൊ ദേവകിക്ക് പരമാനന്ദത്തെ, വെറും സാധാരണ ആനന്ദമല്ല എന്ന് പറയാം, പരമാനന്ദം. അപ്പൊ നമുക്കൊക്കെ ഒരു കുട്ടി ജനിക്കുമ്പം അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അതുകൊണ്ടാണ് കൃഷ്ണനിൽ 2 ഭാവങ്ങളും കവി ചേർത്തത്. സ്ത്രൈണഭാവമുണ്ട് കൃഷ്ണന്, പുരുഷഭാവം, രണ്ടിന്റെയും സമന്വയാണ്. അപ്പൊ നമ്മുടെ കുട്ടി ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ രാധ എന്ന് പറഞ്ഞോളൂ, ആൺകുട്ടിയാണെങ്കിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞോളൂ. പക്ഷെ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയും, മോനെ കണ്ണ എന്നൊക്കെ പറയും. വലുതായാലോ അല്ലേ? വലുതാകുമ്പോൾ അവൻ താന്തോന്നിയായി, അവനെ പോലെ ഒരു എന്താ പറയാ, ഒന്നിനും കൊള്ളാത്തവൻ ഈ ഭൂമിയിലില്ല, അവൻ എങ്ങനെ എന്റെ വയറ്റിൽ പിറന്നു, ഇതൊക്കെയാണ് പിന്നെ സംശയം. ആ സംശയങ്ങളൊക്കെ നിങ്ങൾ ദൂരീകരിക്കേണ്ടത്. അതൊന്നും ഒരു സംശയമായിട്ട് അവശേഷിക്കാൻ പാടില്ലാത്തതാ. എങ്ങനെയാ ഇവൻ എന്റെ വയറ്റിൽ പിറന്നത് എന്നത് അല്ലേ? അപ്പൊ ദേവകിക്ക് പരമാനന്ദത്തെ ഉണ്ടാക്കിയ, നമുക്കൊക്കെ പുത്രന്മാര് ജനിക്കുന്നത് പരമമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതിനായിക്കൊണ്ടാണ്. എങ്ങനെയാണ് ദേവകിക്ക് പരമാനന്ദം ഉണ്ടായത് അല്ലേ? യശോദയ്ക്ക് അല്ലേ? അതുകൊണ്ടല്ലേ കവി എന്നെ തപം ചെയ്തത് യശോദ. എന്ത് തപസ്സാണ് യശോദ ചെയ്തത്? ആ കണ്ണനെ മടിയിൽ കിടത്താനും അല്ലേ? എന്നിട്ടോ ഭുവനം, ഈ വിശ്വം മുഴുവൻ വായ്ക്കകത്ത് കണ്ടുവെങ്കിൽ അതിനെന്താണ് യശോദ ചെയ്തത്? നമുക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല?
അല്ലെ? അഥവാ ഒരിത്തിരി മണ്ണുണ്ടെങ്കിൽ നമ്മൾ അപ്പം അങ്ങനെ എന്താ ഇതിടുന്ന പോലെ ആ കുട്ടി എന്നെ കണ്ണൊക്കെ മിഴിച്ച് എന്ന് പറയും, അങ്ങനെ ഇങ്ങോട്ട് എടുക്കും. കുട്ടി മണ്ണ് തിന്നുന്നത് ഈ ഒരു സത്യം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഒരു ആചാര്യം പറയുന്നത്. കുട്ടികൾ മണ്ണെടുത്ത് വായലിട്ട് ആ മണ്ണ് വായൽ കുറച്ച് കാണുന്ന സമയത്ത് ഈ കൃഷ്ണന്റെ കഥ ഓർമ്മ വരണം. വിശ്വത്തെ മുഴുവൻ കാണണം. വിശ്വം മുഴുവൻ അതിനകത്ത് കാണുക എന്ന് പറഞ്ഞാൽ ഈ വിശ്വത്തെ ഏതൊന്നുകൊണ്ടാണ് നിർമ്മിച്ചത്, അത് തന്നെയാണ് ഇതാ എന്റെ ഈ മടിത്തട്ടിലിരിക്കുന്നത്. അപ്പം ശുദ്ധ അന്ധകരണായിരിക്കും. മാലിന്യം ഒരല്പം പോലും ഉണ്ടാവില്ല. വികാര വിചാരങ്ങളൊന്നുമില്ല, സ്വാർത്ഥ കാമനകളൊന്നുമില്ലാത്ത നിത്യശുദ്ധ മുക്ത സ്വരൂപമാണ് നമ്മുടെ മടിത്തട്ടിലിരിക്കുന്നത്. അത് കണ്ടിട്ട് ഈ സത്യം വെളിപ്പെട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ പരമാനന്ദം ഉണ്ടാവും. അതുകൊണ്ടാണ് അമ്മമാര് പരമാനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്ന അമ്മയാകുന്നതിലൂടെ എന്ന് പറയും. അപ്പം ദേവകിക്ക് പരമാനന്ദത്തെ കൊടുത്തിട്ടുള്ള ജഗത് ഗുരും, പ്രപഞ്ചത്തിന് മുഴുവൻ ജഗത്തിന് മുഴുവൻ ഗുരുവായിട്ടുള്ള കൃഷ്ണം വന്ദേ, അഹം വന്ദേ, ഞാൻ ആ ഭഗവാനെ കൃഷ്ണനെ നമസ്കരിക്കുന്നു. തുടർന്ന് എന്താണ് മഹാഭാരതം, എങ്ങനെ വേണം മഹാഭാരതത്തെ മനസ്സിലാക്കാൻ എന്നൊക്കെ നമ്മെ മധുസൂദന സരസ്വതി വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നോക്കാം. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോൽപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമവികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവ. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല. ഭീഷ്മ ദ്രോണ തടാ. ഭീഷ്മരും ദ്രോണരും ഒരു തടയാണ്. തട എന്ന് പറഞ്ഞാൽ കരയാണ് എന്ന് പറയാം. രണ്ട് വൻ കരകളാണ് ഭീഷ്മരും ദ്രോണരും. അതില് ജയദ്രഥജല, ജയദ്രഥനാണ് ജലം. അപ്പൊ ജയദ്രഥനാകുന്ന ജലം, ആ ജലത്തിന് ഒഴുക്ക് വേഗത കൂട്ടുന്നത് ഈ രണ്ട് കരകളാണ്. കരയ്ക്കനുസരിച്ചിരിക്കും നദിയുടെ ഒഴുക്ക് എന്നാണ് അല്ലെ? ഈ കര ഗംഗയ്ക്കും ഈ യമുനയ്ക്കും ഒക്കെ, നിങ്ങൾ ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ ഗംഗയുടെയൊക്കെ ശക്തി, എന്തുകൊണ്ടാണ് ഇത്ര ശക്തി ഗംഗയ്ക്ക് ഒഴുകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ആ ഹിമവാൻ അങ്ങനെ നിൽക്കുകയാണ്. വലിയ വലിയ പാറക്കെട്ടുകൾ ഇങ്ങനെ നിൽക്കുമ്പം അതിന് ശക്തി കൂടും. അതേ സമയത്ത് ഹരിദ്വാറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതങ്ങനെ പരന്നൊഴുകുക. അവിടെ അത്ര സ്ട്രോങ് ആയിട്ട് ആരുമില്ല നിൽക്കാൻ, അതങ്ങനെ പരന്ന് വലിയ ഇതൊന്നുമില്ല. അതേസമയത്ത് ഗംഗോത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ പെട്ടത് തന്നെയാണ്. തട, രണ്ട് കരകള് വൻ കരകളായിട്ട് നിലകൊള്ളുന്നു. ജയദ്രഥനാണ് അതിലെ ജലം എന്ന് പറയാം. ജയദ്രഥനാകുന്ന ജലം ഭീഷ്മരും ദ്രോണരുമാകുന്ന രണ്ട് കരകൾ. ഗാന്ധാര നീലോപല, ഗാന്ധാരനാകുന്ന നീല ഉപലം, കരിമ്പാറ, കറുത്ത പാറയാണെന്ന് പറയാം. ശല്യഗ്രാഹവതി, ശല്യരാകുന്ന മുതല, ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യുന്ന മുതല അല്ലേ? മുതലയെയും ശല്യരെയും ഉപമിച്ചത് വളരെ നന്നായിട്ടാണ്. മുതല വരുന്നത് അറിയില്ല അല്ലേ? മുതല ഒരു ബഹളവും ഉണ്ടാക്കില്ല. നിങ്ങൾ ഈ നാഷണൽ ജിയോഗ്രഫിക് ഈ ഡിസ്കവറി ചാനലൊക്കെ ആനിമൽ പ്ലാനറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ കാണാം. മുതലയ്ക്ക് ഏകദേശം വെള്ളത്തില് മുതലയുടെ നിറം മനസ്സിലാവില്ല, ഒരുപോലെ ഉണ്ടാവും. അതിന്റെ ആ തുഞ്ച മാത്രം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളകുന്നത് കാണാം. വന്നിട്ട് പടക്കെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കൊണ്ടുപോകില്ല. ഇതുപോലെയാ ശല്യരും. ആരും അറിയില്ല ശല്യര് വരുന്നതും ദുര്യോധനെ വിളിച്ചു പോകുന്നതും. അല്ലെങ്കിൽ ഓരോരോ ശല്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശല്യരാകുന്ന മുതല ഇതിനകത്തുണ്ട്.
പിന്നെയോ കൃപേണ വഹനി, കൃപനാണ് ഇതിലെ ഒഴുക്ക് എന്ന് പറയുക. അതാണ് എന്ത് നല്ല ഉപമയാ നോക്കൂ. കൃപ, ഈ കൃപ എങ്ങനെയാ ഒഴുക്കാവുന്നത്? അതെ, അടിയൊഴുക്കാണ് മൂപ്പര്. മുകളിൽ നോക്കിയാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ അടിയിൽ ഇങ്ങനെ കൊണ്ടുപോയി കളയും. നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഈ സമൂഹത്തില് ഈ കൃപയൊക്കെ ആളുകൾ കൃപ കാണിക്കും, പക്ഷെ സംഭവം എന്താണ്? ചുഴലിയാണ് സംഗതി. നമ്മൾ ആ കൃപയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. അവരാദ്യം എന്തെങ്കിലുമൊക്കെ തരും, തന്നത് മേടിച്ചാൽ പെട്ടു. പിന്നെ നിങ്ങൾക്ക് അതിന്ന് തക്ക സമയത്ത് സഹായിച്ചതൊക്കെ ആയിരിക്കാം, പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയാം. അപ്പൊ കൃപരുടെ സ്വഭാവം അതാണ്. എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തില് കൃപര് നിലകൊള്ളുന്നത് സ്ഥാനം തെറ്റിയിട്ടാണ്, അസ്ഥാനത്താണ്. അസ്ഥാനത്തുള്ള കൃപ അപകടകാരിയാണ്. അതുകൊണ്ട് ഇതിനെ ചുഴിയായിട്ട് പറഞ്ഞിരിക്കുന്നു. കൃപ, കൃപനാൽ ഉള്ള ഒഴുക്ക്. കർണേന വേലാകുല, കർണനാണ് ഇതിലെ ഓളങ്ങൾ ഉണ്ടാക്കുന്നവൻ. കർണൻ അങ്ങനെയാ, ഓളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മഹാഭാരത യുദ്ധത്തിലൊക്കെ അങ്ങനെയാണ്, ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കർണനാകുന്ന ഓളങ്ങൾ. അശ്വത്ഥാമ വികർണ ഘോരമകര, അശ്വത്ഥാമാവ്, വികർണൻ, ഇതൊക്കെ എന്താണ്? ഘോരമകരങ്ങളാണ്, മകരമത്സ്യങ്ങളാണ്, സ്രാവ് പോലുള്ള മത്സ്യങ്ങളാണ് എന്ന് പറയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്ന് ആക്രമിക്കുക, അല്ലെങ്കിൽ ചതി പോലുള്ള മറ്റേതൊന്ന് വളരെ ശാന്തനായിക്കൊണ്ടുവരും, ഇതൊന്ന് വളരെ രൗദ്രഭാവത്തോടു കൂടിയിട്ടൊക്കെ വന്ന് ആക്രമിക്കുന്നു. അങ്ങനെയുള്ള രണനദി, അങ്ങനെയുള്ള രണനദി, രണനദിയാണ് യുദ്ധനദി. അപ്പൊ മഹാഭാരതമാകുന്ന യുദ്ധത്തെ ഒരു നദിയോട് ഉപമിച്ചിരിക്കുക. ആ യുദ്ധനദിയില് പാണ്ഡവൈഹി ഖലു ഉത്തീർണ, പാണ്ഡവന്മാർ നിശ്ചയമായും തരണം ചെയ്തുവല്ലോ. ഇത് സംഭവിച്ചു കഴിഞ്ഞതാണ്, അതിനെ പ്രകീർത്തിക്കുന്നതാണ്. പാണ്ഡവന്മാർ ഈ യുദ്ധനദിയിൽ തരണം ചെയ്തു. എങ്ങനെ പറയണു? കൈവർത്തക കേശവ, കേശവനാകുന്ന കൈവർത്തകൻ, കടത്തുകാരനാകുന്ന കേശവനാൽ ആശ്രയിക്കപ്പെട്ടവരായി ഈ പാണ്ഡവന്മാരെല്ലാം. മഹാഭാരതം പുസ്തകത്തിന് ഒരു കവർ ചിത്രമായിട്ട് ഇത് കാണാം. ഒരു വലിയ നദിയിൽ ഈ 5 ആളുകളും അങ്ങനെ വീണ് കിടക്കുന്നത്. അപ്പൊ ഭഗവാൻ ആ തോണിയിലേക്ക് ഓരോരുത്തരെ എടുത്ത് കയറ്റുന്ന നല്ലൊരു ചിത്രമുണ്ട്. ഇതാണ് ഈ യുദ്ധമാകുന്ന നദിയിൽ ഇവരെ 5 പേരെയും ഭഗവാൻ എന്ത് ചെയ്തു? അക്കരെ കടത്തി എന്ന് പറയാം. കൈവർത്തകൻ. ആദ്യം മധുസൂദന സരസ്വതി ഭഗവാനെ ഒരു കറവക്കാരനായിട്ടും പിന്നീട് കൈവർത്തകനായിട്ടും, ഇവിടെ എന്താ കടത്തുകാരനായിട്ടും പറയുന്നു. നാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ പറയും, ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഭഗവാനെ, അങ്ങ് ആരാണ്? ഒരു വൻ തോണി, ആവി കപ്പലാണ്. അങ്ങാണ് ഞങ്ങളെ ഇതാ കൊണ്ടുപോകുന്നത് എന്ന് പറയും. ഈ സംസാരത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അങ്ങാണ്. എങ്ങനെയാണോ മധുസൂദന സരസ്വതി ഭഗവാനെ കടത്തുകാരനായിട്ട് ഉപമിച്ചത്, പിൽക്കാലത്ത് വന്നിട്ടുള്ള നാരായണ ഗുരുവും ആ ഒരു കവിയുടെ മനസ്സ് ഭഗവാനെ എങ്ങനെയൊക്കെ ഉപമിക്കാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അവരുടെയൊക്കെ ചിന്ത ഏകദേശം ഒരുപോലെയാണ് എന്ന് പറയും. പാരാശര്യവചസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാദ്ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം. പാരാശര്യവച, പരാശരന്റെ വാക്കുകൾ. പാരാശര്യം എന്ന് പറഞ്ഞാൽ പരാശരസ്യ അപത്യം പുമാൻ പാരാശരൻ.
എന്ന് പറഞ്ഞാൽ വ്യാസൻ, അച്ഛനെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. അമലം സരോജം, അതെങ്ങനെയാണ്? അമലമാണ്, മല ഇല്ലാത്തതാണ്, മലം തീണ്ടാത്തതാണ്, മാലിന്യം ഇല്ലാത്തതായിട്ടുള്ള സരോജം, പരിശുദ്ധമായിട്ടുള്ള താമര. ഗീതാർത്ഥ ഗന്ധോത്കടം, ഗീതയാകുന്ന ഉത്കട ഗന്ധത്തോടു കൂടിയിട്ടുള്ള, ഇത് താമരയുടെ ഗന്ധം അത് ഒരു പ്രത്യേക ഗന്ധമാണ്, സുഗന്ധം. അതങ്ങനെ മറ്റു പുഷ്പങ്ങളെ പോലെയല്ല, അല്ലേ? നിങ്ങൾക്കറിയാലോ, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന താമരയ്ക്ക് അത് ഉണ്ടോയെന്ന് സ്വാമിക്ക് അറിയില്ല. ഏതായാലും ഉണ്ട്, നോക്കി അതിനൊരു പ്രത്യേക ഗന്ധമുണ്ട്, സുഗന്ധം. അത് ഗീതാർത്ഥ ഗന്ധോത്കടം, ഗീതയാകുന്ന, ഗീതയുടെ അർത്ഥമാകുന്ന ഉത്കടമായ ഗന്ധത്തോട് കൂടിയിട്ടുള്ളതാണ്. അതിനെന്തൊക്കെയുണ്ട്? ആനാഖ്യാനക കേസരം, അനേക കഥകളാകുന്ന കേസരത്തോട് കൂടിയിട്ടുള്ള, മഹാഭാരതത്തെ വർണ്ണിക്കുകയാണ് ഇവിടെ. അനേക കഥകളാകുന്ന കേസരത്തോട് കൂടിയിട്ട് ഹരികഥ. എന്താണ് ആ കേസരങ്ങള്? ഭഗവാന്റെ കഥകളാണ്. മഹാഭാരതം എന്ന് പറയുന്നത് ഭഗവാന്റെ കഥകളാണ്, ഹരികഥയാണ്. അതാണ് അതിലെ കേസരങ്ങൾ എന്ന് പറയാം. സംബോധനാബോധിതം, എങ്ങനെയാണത്? ഓരോ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് പറയുന്നു. അതിൽ ജനമേജയനും ലോമഹർഷണനും അതുപോലെ ഓരോരോ രാജാക്കന്മാരും ഋഷീശ്വരന്മാരും തമ്മിലുള്ള സംവാദമാണ്. ഓരോരുത്തരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മഹാഭാരതം പറയുന്നത്. ആദ്യം തന്നെ അങ്ങനെയാണല്ലോ. ജനമേജയന്റെ സർപ്പയജ്ഞത്തിന് പോയി ആ സർപ്പയജ്ഞം കഴിഞ്ഞ് ആ സർപ്പയജ്ഞ വൃത്താന്തം പറഞ്ഞു കൊടുക്കുന്ന ലോമഹർഷണൻ പറയുന്നതായിട്ടാണ് മഹാഭാരതം ആരംഭിക്കുന്നത്. ഒരു കഥ പറഞ്ഞിട്ട് അത് തന്നെ വലിയ രസമാണ്. അതായത് ഒരു ഇന്നടുത്ത് ഒരു സർപ്പയജ്ഞം നടന്നുവെന്നും ആ സർപ്പയജ്ഞത്തിൽ ഇന്നതൊക്കെ സംഭവിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് കഥ പറയുമ്പം അതെന്താണ് എന്ന് ചോദിച്ചിട്ട് അതിലേക്ക് പോകുന്ന ഒരു പരിപാടി. ഒരിക്കലൊരിടത്ത് എന്നല്ല, ഒരിക്കലൊരിടത്ത് അത് വേറെ. അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നു ചോദ്യങ്ങളുടെ ഉത്തരം. ഇങ്ങനെ സംബോധനാബോധിതം, ചോദ്യത്തിനുള്ള മറുപടിയായി പറയപ്പെട്ടിട്ടുള്ള ലോകേ അഹരഹ, ലോകത്തിൽ പ്രതിദിനം, രാവും പകലും, ദിനം പ്രതി സജ്ജന ഷഡ്പദൈഹി, സജ്ജനങ്ങളാകുന്ന വണ്ടുകളാൽ, ഷഡ്പദങ്ങളാൽ ആളുകൾ അങ്ങേയറ്റം മൂല്യത്തെ ആദരിക്കുന്നവരാണ്. മൂല്യങ്ങളിലൊക്കെ ശ്രദ്ധ വയ്ക്കുന്നവരാണ്. മൂല്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പം അതിൽ വ്യാകുലത ഉള്ളവരാണ്. അല്ലാതെ വളരെ കുറഞ്ഞ ഒരു പക്ഷം മാത്രമേ ഈ നാട് നന്നാവില്ല എന്നൊക്കെ പറയുന്നുള്ളൂ. വളരെ ഒരു കുറഞ്ഞ പക്ഷം. ഒരിക്കലൊരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് 6 പേര് അദ്ദേഹത്തിനെതിരായിട്ട് സാക്ഷി പറഞ്ഞു എന്നാ. അപ്പം അദ്ദേഹത്തിനോട് ജഡ്ജി ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ജഡ്ജിനോട് ഇദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എത്രയോ കോടി, 100 കോടി 100 കോടി ജനസംഖ്യ ഉണ്ടല്ലോ, 100 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ മഹാരാജ്യത്തില് 6 പേരല്ലേ എനിക്കെതിരായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നെ ശിക്ഷിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് പറയാം. ഭൂരിപക്ഷം വേണ്ടേ പറയാൻ? ഭൂരിപക്ഷത്തിനാണ് ഇന്ന്. ഭൂരിപക്ഷം പറയട്ടെ. നോക്കൂ, ഈ വ്യാസരെ കുറിച്ച് പറയുന്നത് എത്രയോ ലക്ഷങ്ങള് അത്രയും കഥാപാത്രങ്ങളെയൊക്കെ കൊണ്ടുവന്നതിലൂടെ തന്നെ ഒരാചാര്യൻ പറയുന്നത് അന്നത്തെ ജനസംഖ്യ മുഴുവനായിട്ട് മഹാഭാരതത്തിലേക്ക് ആവാഹിച്ചിട്ടുണ്ട് വ്യാസൻ എന്നാണ്. അന്ന് എത്ര ജനസംഖ്യ ഉണ്ടായിരുന്നു? അവരെല്ലാം. മാത്രമല്ല, മഹാഭാരതത്തിൽ കഥാപാത്രങ്ങളാകാത്തതാരാണ്? പർവ്വതങ്ങള് ശ്രദ്ധേയമായ സ്ഥാനം വഹിക്കുന്നു. വൃക്ഷങ്ങള്, പാമ്പ്, മാൻ, ആന, കുതിര, ഏതാണ് അതിലില്ലാത്തത്? ഓരോന്നിനും ഓരോ പേര്. വാസുകിയും വാസുകിയുടെ ഭാര്യയും കുട്ടികളും, അവർക്കൊക്കെ പേരുകൾ. എല്ലാം അതിൽ ഈ പ്രപഞ്ചത്തിൽ, ഈ വിശ്വത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിലെ കഥാപാത്രങ്ങളാണ്. അവർക്കൊക്കെ എല്ലാവരുമായിട്ട് ഒരു സമ്പർക്കമുണ്ട്. അവർക്കൊക്കെ ഏതെങ്കിലും പ്രകാരത്തിൽ അവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടിരിക്കും.
എല്ലാവരും ഭഗവാന്റെ സവിധത്തിൽ ഒരു നാൾ എത്തിച്ചേരുന്നു. എന്നിട്ട് അവർക്ക് പറയാനുള്ളത് അവർ പറയുന്നു. എന്തൊരു സൃഷ്ടിയാണ്. അപ്പം അതൊക്കെ നോക്കി അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ, ഈ മൂല്യങ്ങളിലൊക്കെ അങ്ങേയറ്റം ആദരവും ബഹുമാനവും പുലർത്തുന്ന ആളുകൾ സമൂഹത്തിൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അനവധി ഉണ്ട്. അവരാണ് ഭൂരിപക്ഷം. ഇതാണ് സ്വാമിയുടെ അഭിപ്രായം. ബാക്കിയൊക്കെ ന്യൂനപക്ഷമാണ്. നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ അഴിമതി കണ്ടിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്കോ ഈ നാട് ഒരു കാലത്തും നന്നാവില്ല. എന്തിനാ നമ്മൾ അങ്ങനെ പറയുന്നത്? ഞാൻ ഇത്തരത്തിലൊരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കില്ല. എന്റെ കരങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, എന്റെ കരങ്ങളിലൂടെ ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും ഈ സമൂഹത്തിൽ പ്രകടമാവില്ല എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ തന്നെ വലിയ മാറ്റം ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് അതിലെ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹം ചോദിച്ചു, സ്വാമി, ഈ ചെറുപ്പക്കാര്, അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്, ചെറുപ്പക്കാർക്ക് മൂല്യങ്ങളിലൊന്നും ഒരു മൂല്യബോധം ഇല്ലാത്തവരാണല്ലോ. മൂല്യബോധമില്ലാത്ത യുവതലമുറയെ നേരായ വഴിക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കും എന്ന് സ്വാമിക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം. നമ്മൾ ആദ്യം തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞത്, അങ്ങയുടെ ഈ ആദ്യം പറഞ്ഞതിനെ തന്നെ നമുക്ക് വിയോജിപ്പുണ്ട് അതിനോട്. കാരണം മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല യുവതലമുറ എന്നതിൽ നമുക്ക് വിയോജിപ്പുണ്ട്. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് നമ്മളൊരു ഉദാഹരണം അദ്ദേഹത്തോട് പറയുകയുണ്ടായി. കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിവസം കോഴിക്കോട് അധ്യാത്മാനന്ദ സ്വാമികളും ഞങ്ങൾ രണ്ടുപേരും യൂത്തിനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് 200ഓളം ചെറുപ്പക്കാർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, 200ഓളം ചെറുപ്പക്കാർ അവിടെ കൂടിയിരുന്നതിൽ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ച സമയത്ത് ഗാന്ധിജിയെ വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 2 പേരേ ഉണ്ടായിട്ടുള്ളത്. ഒരു 2 പേര്. നമുക്ക് ചിലപ്പോൾ തോന്നും, ഓ കഷ്ടം എന്ന്. ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേര് വായിച്ചിട്ടുണ്ട് എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം. അത് വേറെ കാര്യം. 2 പേര് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ കുറച്ചൊക്കെ വായിച്ചു. അതില് ഒരു 4 പേരെന്തോ വിവേകാനന്ദ സ്വാമികളുടെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിച്ചിട്ടുണ്ട്. അതില് ഗദ്യരൂപത്തിലുള്ള അമേരിക്കയിലെ രാമായണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രഭാഷണവും മറ്റും. അത് മുഴുവനായിട്ടില്ല. പിന്നെ ബാക്കി കുറച്ച് പേർക്ക് ഒന്നും പറയാനില്ല. ആരെങ്കിലും കുറിച്ച് വായിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ. പിന്നെ ഒന്നുകൂടെ വ്യക്തമാക്കി അവരോട് പറഞ്ഞു, ഒന്നുകൂടെ വ്യക്തമാക്കി കൊടുത്തു. മൂല്യബോധമുള്ള, നിങ്ങൾക്ക് ഒരാദരവ് തോന്നുന്ന വ്യക്തിത്വത്തെക്കുറിച്ച്, അങ്ങനെ ഒരു വ്യക്തിത്വം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും കുറിച്ച്? അപ്പോഴാണ് ഓരോരുത്തരും പറയാൻ തുടങ്ങിയത്. കലാമിന്റെ അഗ്നിച്ചിറകുകളെ കുറിച്ച്, നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ വായിച്ചതാണ്. അതിൽ 99% കുട്ടികളും. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, സ്വാമിയുടെ അറിവ് മൂല്യത്തില് ചെറുപ്പക്കാർക്ക് വിലയില്ല എന്നല്ല, അവർക്ക് പ്രത്യക്ഷമായി ഈ മൂല്യത്തെ കരചരണങ്ങളിൽ ആവാഹിച്ച് ആ മൂല്യത്തിൽ നിലകൊണ്ട് ആ കർമ്മരംഗത്ത് വർത്തിക്കുന്ന ആളുകളെയാണ് അവർ മഹാത്മാക്കളായിട്ടും അല്ലെങ്കിൽ അവർക്ക് മോഡലായിട്ട് അവർ കാണുന്നത്. ഗാന്ധിജി എന്നത് അവരെ സംബന്ധിച്ച് ഒരു ഗതകാല സങ്കല്പമാണ്. വിവേകാനന്ദ സ്വാമികളും അതെ. നമ്മൾ കുട്ടികളെ, ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞത് അതാണ്. പോലീസ് പിടിച്ചേ അതല്ലേ സ്വാമി? അതെ, പോലീസ് പിടിച്ചത്. ഏതായാലും എന്തോ. പിന്നെ വേറൊരു കുട്ടി പറഞ്ഞു മുതല പിടിച്ചത്. എന്തോ പിടിച്ച കേസ് എന്തായാലും കുട്ടികൾക്ക് അറിയാം. സംതിങ് പോലീസ് അല്ലെങ്കിൽ മുതല ആരെങ്കിലും. അപ്പൊ നമ്മൾ ശങ്കരാചാര്യരെ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഭവിച്ചിട്ട് കാര്യമില്ല. അവർക്ക് കുറേയും കൂടെ അവരാഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ളതാ. അപ്പം ഒരു ചെറുപ്പക്കാരെ സംബന്ധിച്ച് ശാസ്ത്രകാരനോട് തോന്നുന്നതല്ല, പ്രസിഡന്റിനോട് തോന്നുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് പല പ്രസിഡന്റുമാരും ഉണ്ടായിട്ടുണ്ട്. എത്രയോ നോബൽ സമ്മാന ജേതാക്കളായിട്ടുള്ള ശാസ്ത്രകാരന്മാരും ഉണ്ട്. പക്ഷെ അവർക്ക് കുറേയും കൂടെ അവർ കാണുന്നു, അവരദ്ദേഹത്തെ വായിക്കുന്നു. അപ്പൊ മൂല്യത്തിൽ അവർക്ക് വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാം. അതുപോലെ ഇവിടെ
സജ്ജന ഷഡ്പദൈഹി, സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ ലോകത്തിലെന്നും ഉണ്ട് എന്ന് വ്യാസര് പറയുന്നു. അപ്പൊ ഗീത നുകരാൻ വേണ്ടിയിട്ട് സ്വാമി ഒന്നും അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എത്ര നേരത്തെ വന്ന് ഇവിടെ കസേര പിടിക്കുന്നുവെന്ന് സ്വാമിക്കറിയാം. കാരണം നിങ്ങളുടെ താല്പര്യം, നിങ്ങൾ ഗീത, ഈ ശാസ്ത്രത്തോട് കാണിക്കുന്ന ആദരവ്, ശ്രദ്ധ, ഈ ശാസ്ത്രം കൊണ്ട് അനുഗ്രഹീതരാകാനുള്ള വെമ്പല്, സത്യം പറഞ്ഞാൽ നിങ്ങൾ നമസ്കാര യോഗ്യരാണ്, ഒരു സംശയവും വേണ്ട. വേദാന്ത ശാസ്ത്രത്തിൽ ശ്രദ്ധ എന്ന് പറയുന്നത് ഇതിനെയാണ്. ശ്രദ്ധ എന്ന് പറയുന്നത്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറയുന്നതും ഇതിനെ തന്നെ. ഈ ഒരു ശ്രദ്ധ, ഈ 1.5 മണിക്കൂർ നിങ്ങൾ ഇവിടെ ചെലവഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന സമയം 1.5 മണിക്കൂർ അല്ല എന്ന് സ്വാമിക്ക് നന്നായിട്ടറിയാം. എത്രയോ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാലുള്ള ജോലി, മറ്റ് സൗകര്യങ്ങൾ, ഇവിടെ കസേര പിടിക്കാനുള്ള വിഷമം ഇല്ലേ? ഒരമ്മ പറഞ്ഞു, അമ്മമാർക്കെങ്കിലും ഇരിക്കാൻ, പ്രായമായിട്ടുള്ള അമ്മമാർക്കെങ്കിലും ഇരിക്കാൻ ഒരു സീറ്റ് ചെറുപ്പക്കാർ തരുന്നില്ല എന്നൊക്കെ. അപ്പൊ നമുക്ക് ഓർമ്മ വന്നത് തമിഴ്നാട്ടില് MGRന്റെ സിനിമ മാതൃഭാവം. അമ്മയെ MGR അങ്ങനെ വാനോളം പുകഴ്ത്തുന്ന ഗംഭീര പാട്ടൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ആ സിനിമ തായെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ സ്വാമിക്ക് തമിഴ് അത്ര അറിയില്ല, അറിയാമെങ്കിൽ പാടായിരുന്നു. സംഭവം ഇതാണ്. അപ്പൊ ഈ സിനിമയെ കണ്ട് ആവേശം കൊണ്ട് ഒരാള് അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ ആ പദം കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇതാണ്. അങ്ങനെ അദ്ദേഹം സിനിമ വിട്ട് ബസ്സിൽ കയറി. ബസ്സിൽ കയറിയ സമയത്ത് അതിൽ ഒരമ്മ നിൽക്കണു. നോക്കുമ്പോൾ എല്ലാ സീറ്റും ഫുള്ളാണ്, കൂടുതലും അമ്മമാരാ. ഈ അമ്മ അങ്ങനെ നിൽക്കേ, നോക്കുമ്പോൾ ഒരു പുരുഷൻ അങ്ങനെ ഇരിക്കണു. അവനോട് പറഞ്ഞു എഴുന്നേറാ. നോക്കുമ്പോൾ ഡ്രൈവറാണ്, സീറ്റ് കൊടുക്കാൻ അമ്മ. അതുപോലെ ഇപ്പം സ്വാമിയുടെ സീറ്റ് മാത്രമേ ഒഴിവുള്ളൂ. സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ, ആ വണ്ടുകൾ എത്തുന്നു. എന്തിനായിക്കൊണ്ട് പറയണു? എന്താണ്, എങ്ങനെ എത്തുന്നു? ഇവിടെ വളരെ നന്നായിട്ടാണ് പറയുന്നത്. മുദാ, മുദ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടിയിട്ട്. മുദാ പേപീയമാനം, പാനം ചെയ്യപ്പെടാൻ ഇച്ഛിക്കുന്നവരായിട്ട്, കുടിക്കാൻ, അതിനെ നുകരാൻ, സ്വാംശീകരിക്കാൻ, സ്വായത്തമാക്കാൻ. ഭാരത പങ്കജം, ഭാരതമാകുന്ന, മഹാഭാരതമാകുന്ന ആ താമരയിലെ തേൻ നുകരുന്നതിനായിട്ട്. എന്തിനാണ്? കലിമല പ്രധ്വംസി, കലിദോഷങ്ങളെ ഇല്ലാതെയാക്കുന്ന. എന്തൊക്കെ ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനായിക്കൊണ്ടുള്ള ഈ ശാസ്ത്ര ശ്രവണത്തിനായിട്ട്, വിചാരത്തിനായിക്കൊണ്ട് അവരെത്തിച്ചേരുന്നു. നഹ ശ്രേയസേ, നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ, നമ്മുടെ ശ്രേയസിനായിക്കൊണ്ട് ഭൂയാത്, ഭവിക്കണമേ ഈ ശാസ്ത്രം. ഇതൊരു സമൂഹത്തിന്റെ ഒരു അഭ്യർത്ഥനയാണ്, പ്രാർത്ഥനയാണ് എന്ന് പറയാം. ഞങ്ങളിതാ വന്നു ചേർന്നിരിക്കുന്നത് ഈ മഹാഭാരതമാകുന്ന അമൃതത്തെ നുകരാനായിക്കൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തരണമേ. ഉപനിഷത്തിൽ പറയും, യ ഉപനിഷത്സു ധർമാഹ തേ മയി സന്തു, തേ മയി സന്തു. ഉപനിഷത്തിൽ എന്തൊക്കെ ധർമ്മങ്ങളെക്കുറിച്ചാണോ പ്രതിപാദിച്ചിട്ടുള്ളത് അതെല്ലാം എന്നിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. തുടർന്ന് മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗംഭീര ശ്ലോകം, ധ്യാന ശ്ലോകത്തില് ഇത്. മൂകം കരോതി വാചാലം, മൂകനെ വാചാലനാക്കുന്നു. ഒന്ന്, മൂകൻ എന്ന് പറഞ്ഞാല് സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടുള്ളവനെ വാചാലനാക്കുന്നു. ആര്? ഭഗവാൻ. അതെങ്ങനെയാ മൂകനെ വാചാലനാക്കുക? അതെ, അതാ വിദ്യ ഭഗവാന്റെ കയ്യിലുണ്ടെന്ന്. എന്താ, സ്പീച്ച് തെറാപ്പിയൊക്കെ പഠിച്ച ആളാണോ ഭഗവാൻ? അതെ, എല്ലാ തെറാപ്പിയും അറിയാന്ന് പറഞ്ഞു. അപ്പൊ മൂകം കരോതി വാചാലം എന്ന് ഒന്ന്. പിന്നെയോ വാചാലം മൂകം കരോതി എന്നും രണ്ട്. ഒരുപാട് സംസാരിക്കുന്നവനെ മൂകനാക്കുകയും ചെയ്യും.
എന്ന് പറഞ്ഞാൽ ചറവറ ചറവറ എന്ന് കുറെ കാലമായി പറയാൻ തുടങ്ങിയിട്ട് എല്ലാം സംസാരവും നിർത്തി മൗനമാക്കും അവൻ. യത് കൃപ, യാതൊരാളുടെ കൃപ കൊണ്ട്. എന്തെങ്കിലുമൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാ, ഒരുപാട്. അപ്പൊ നിങ്ങൾക്കറിയാം, ശങ്കര ദിഗ്വിജയത്തില് വിദ്യാരണ്യ സ്വാമികള് ഹസ്താമലകന്റെ കഥ പറയുന്നുണ്ട്. കർണാടക ദേശത്തില് വൃദ്ധ ദമ്പതികൾക്കുണ്ടായിട്ടുള്ള ആ ഹസ്താമലകൻ സംസാരിക്കില്ലായിരുന്നു എന്നാ, അല്ലേ? ശങ്കരാചാര്യ സ്വാമികള് അവനോട് ചോദിക്കുന്നു, കസ്ത്വം ശിശോകസ്യ കുതോസി ഗന്ധ കിം നാമധേത്വം കുത ആഗതോസി ഏതന്മയോക്തം വദചാർഭകത്വം മത്പ്രീതയെ പ്രീതി വിവർധനോസി. അല്ലയോ കുട്ടി, നീ ആരാണ്? കഹാത്വം, നീ ആരാ? ഹേ ശിശോ, നീ എവിടെന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു? മത്പ്രീതയെ പ്രീതി വിവർധനോസി, എന്റെ പ്രീതിയുടെ വർധനവിനായിട്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകിക്കൊണ്ട് എന്നിൽ പ്രീതി ഉണ്ടാക്കിയാലും നീ ആര്, നീ എവിടെന്ന് വന്നു, നീ എങ്ങോട്ട് പോകുന്നു? അപ്പൊ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും പരാതി കുട്ടി സംസാരിക്കില്ല എന്നുള്ളതാണ്. ഏതൊരു കുട്ടിയാണോ സംസാരിക്കാതിരുന്നത്, ആ കുട്ടി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് ആചാര്യസ്വാമികളോട് പറയുന്നു, നാഹം മനുഷ്യോ ന ച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഃ ന ബ്രഹ്മചാരീ ന ഗൃഹീവനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ. ന അഹം, ഞാൻ ഇന്നതൊന്നും അല്ല. ന അഹം മനുഷ്യഃ, ഞാൻ മനുഷ്യനല്ല, ദേവനല്ല, യക്ഷനല്ല, കിന്നരനല്ല, ബ്രഹ്മചാരിയല്ല, വാനപ്രസ്ഥനല്ല, സന്യാസിയല്ല. പിന്നെ ഞാൻ ആരാണ്? നിജബോധരൂപഃ, അഹം ബോധസ്വരൂപഃ. ആരാണ് മൂകനെ വാചാലനാക്കുന്നത്? ജഡഭരതനെ വാചാലനാക്കിയത്. മൂകനെ വാചാലനാക്കുന്നത് ആരുടെ കൃപയാണ്? അതുപോലെ വാചാലനായിട്ടുള്ളവൻ മൂകനാവുന്നത് മഹർഷി രമണ മഹർഷി, അദ്ദേഹം അധികം സംസാരിക്കില്ല, അല്ലേ? അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. നമ്മൾ ഈ അധികം സംസാരിക്കുന്നതായി കുഴപ്പം. പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ, ഒന്നും സംസാരിക്കണ്ടായിരുന്നു എന്ന്. സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട്, വഴക്ക് കൂടി കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരത്ത് തോന്നില്ലേ, വേണ്ടായിരുന്നു, ഒന്നും പറയണ്ടായിരുന്നു. പക്ഷെ ഇനി നാളെ മുതൽ ഞാൻ ഒരു കാമ എന്നൊരക്ഷരം മിണ്ടില്ല, പക്ഷെ കാമ ഒഴികെ ബാക്കിയെല്ലാം പറയും. സംസാരം കുറയ്ക്കുന്നത് നല്ലതാണ്. അതിന് ആരുടെ കൃപ വേണം? ഭഗവാന്റെ കൃപ വേണം. വാചാലൻ മൂകനാവാനും മൂകൻ വാചാലനാവണം. പങ്കും ലങ്കയതേ ഗിരിം, മുടന്തൻ മല കയറുന്നത്. അതെങ്ങനെയത്? അതെ, മുടന്തൻ മല കയറും. മുടന്തൻ മല കയറുന്നത് എങ്ങനെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ആരോഗ്യമുള്ളവർക്ക് മല കയറാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് നല്ല ശേഷിയുള്ളവർക്ക് തന്നെ മല കയറാൻ വലിയ വിഷമാണ്. പിന്നെ എങ്ങനെയാ മുടന്തൻ മല കയറുക? ഈ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് പലരും, കാലിലൊക്കെ പോളിയോ വന്നിട്ടുള്ളവർ പോലും വരും. ശബരിമലയിലൊക്കെ പോകുമ്പോൾ കാണാമല്ലോ. ഒന്നും വേണ്ട, ഇതിന് ഈ ഒരു ശ്ലോകം പറയുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നത് എന്താ? സർ ഐസക് ന്യൂട്ടനൊക്കെ ഇരുന്നിട്ടുള്ള കസേരയിൽ ഇരിക്കുന്ന ഇന്നത്തെ പ്രഗത്ഭനായ ശാസ്ത്രകാരനുണ്ടല്ലോ, ഹോക്കിൻസ്. അദ്ദേഹത്തിന്റെ നാഡീ ഞരമ്പുകളെല്ലാം തളർന്നിരിക്കുക. ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഒരു നനഞ്ഞ തലയിണ കസേരയിൽ വെച്ചാൽ എങ്ങനെയിരിക്കും, അതുപോലെ ഇരിക്കും അത്ര അദ്ദേഹം. ഒരു തലേണ എടുത്തു കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കി 2 മണിക്കൂർ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞിട്ട് ആ തലേണ എടുത്തു കൊണ്ടുപോയിട്ട് ഒരു കസേരയിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കും ഇദ്ദേഹം. പക്ഷെ ആരാണ് അദ്ദേഹം? ആ പരിമിതികൾ, ശരീരത്തിന്റെ ഇത്തരം പരിമിതികൾ അദ്ദേഹത്തിന്റെ ചിന്തയെ, അദ്ദേഹത്തിന്റെ കർമ്മത്തെ, അദ്ദേഹത്തിന്റെ ഭാവി പദ്ധതികൾക്ക് ഒരു വിഘാതമായിട്ട് തടസ്സം നിൽക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. പുതിയ പുതിയ പല കണ്ടെത്തലുകളെക്കുറിച്ച് അഹോരാത്രം ചിന്തിച്ചുകൊണ്ട്, അങ്ങേയറ്റത്തെ ശുഭപ്രതീക്ഷ പുലർത്തിക്കൊണ്ട് വരും ശാസ്ത്രലോകത്തിന് മഹത്തായ കണ്ടെത്തലുകളിൽ വ്യാപൃതനായിട്ടുള്ള ആ ശാസ്ത്രകാരന്
പ്രചോദനമേകിയ ഘടകമെന്ത് എന്ന് ചോദിച്ചാൽ യത് കൃപ. അതൊന്നാ. നമുക്കൊക്കെ ഇത്രയും ശേഷി ഉണ്ടായിട്ട് ചെറുതായിട്ടൊരു ജലദോഷം ഉണ്ടെങ്കിൽ ഇന്ന് പോണ്ട, ഇന്ന് അല്ലേ, ഇന്ന് യജ്ഞത്തിന് പോണ്ട. ശരീരത്തിലെ ഒരു 80% ഗോൺ പോയിരിക്കുക. ആ ചിന്മയാനന്ദ സ്വാമികൾ 20%ആണ് 85കൾക്ക് ശേഷം ഹൃദയം പ്രവർത്തിച്ചത്. 87 ശേഷം 20% പ്രവർത്തിച്ചിട്ടു. പക്ഷെ എന്നാലും അദ്ദേഹം അഹോരാത്രം ഓടി നടന്നു. സ്വാമിജി പറയും, ഇഫ് ഐ റെസ്റ്റ് ഐ വിൽ റെസ്റ്റ് എന്ന് പറയും. ആദ്യത്തേത് REST, രണ്ടാമത്തത് RUST, റെസ്റ്റ്. ഇപ്പൊ ഞാൻ റെസ്റ്റ് എടുത്താൽ റെസ്റ്റ് പിടിക്കും, തുരുമ്പ് പിടിക്കും എന്ന് പറയാം. മൂകനെ വാചാലനാക്കുക, മുടന്തനെ മല കയറ്റുക എന്ന് പറഞ്ഞാൽ മുടന്തന്റെ കാലൊക്കെ നേരെയായിട്ട് ഒളിമ്പിക്കിന് ഓടാൻ പാകത്തിനാക്കും എന്നല്ല. അവനിലെ സാധ്യതകളെ ഉണർത്തിവിടും. നീ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ശരീരമനോബുദ്ധിക്കപ്പുറത്തുള്ള ബോധമാണ് നീയെന്ന് ഉപദേശിക്കുന്നത് ആരുടെ അനുഗ്രഹം? അതിനെയാണ് ഇവിടെ പറയുന്നത്. യത് കൃപ, ആരുടെ കൃപ കൊണ്ടാണ്? യത് കൃപ മൂകം വാചാലം കരോതി. മൂകൻ വാചാലനാകുന്നത്, അഥവാ വാചാലം മൂകം കരോതി, വാചാലൻ മൂകനാവുന്നത്. വാചാലൻ മൂകനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്നവന് സംസാരശേഷി നഷ്ടപ്പെട്ടു പോകുക എന്നല്ല. സംസാരം മതി എന്ന് തോന്നുന്നത് എപ്പോഴാണ്? പങ്കും ലംഘയതേ ഗിരിം, പങ്കും ഗിരിം ലംഘയതേ. മുടന്തൻ ഗിരിയെ, പർവ്വതത്തെ അതിക്രമിക്കുന്നത്, പർവ്വതം കയറുന്നത്. തം പരമാനന്ദ മാധവം, അങ്ങനെയുള്ള പരമാനന്ദ സ്വരൂപനായിട്ടുള്ള മാധവനെ അഹം വന്ദേ, ഞാൻ പ്രണമിക്കുന്നു. ചില സംശയങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് എഴുതിയിട്ട്. ചില സംശയങ്ങളൊക്കെ കർമ്മത്തെക്കുറിച്ചൊക്കെ ഉള്ളതാണ്. കർമ്മയോഗ സിദ്ധാന്തത്തിൽ അതിനൊക്കെ മറുപടി തരുന്നതായിരിക്കും. ധ്യാന ശ്ലോകത്തിൽ ഉള്ള ഒരു സംശയം, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ വിവരണം ആവശ്യമാണ് എന്ന് ഒരു സൂചിപ്പിക്കലുണ്ടായി. സ്വാമിക്കും തോന്നുന്നു അത് കുറച്ച് പറയാൻ വിട്ടു എന്നുള്ളത്. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ഈ ശ്ലോകത്തില് ജ്ഞാനമുദ്രയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കണം എന്ന് പറയും. ജ്ഞാനമുദ്രയെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായില്ല. ജ്ഞാനമുദ്ര എന്ന് പറഞ്ഞാൽ പരമമായ വേദാന്ത തത്വത്തെ, സത്യത്തെ കരത്തിൽ ആവാഹിച്ച് മറ്റൊരുവനിലേക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടമാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ പരമമായ വേദാന്ത സാരം മറ്റൊരുവനിലേക്ക് പകർത്താൻ, മൗനമായി പകർത്താൻ വേണ്ടി പൂർവന്മാരായിട്ടുള്ള ആചാര്യന്മാര് കണ്ടെത്തിയിട്ടുള്ള മുദ്രയെ ചിന്മുദ്ര, ജ്ഞാനമുദ്ര എന്നറിയപ്പെടുന്നു. ഇതാണ് മുദ്ര. ഈ ചിന്മുദ്രയിലൂടെയാണ് ദക്ഷിണാമൂർത്തി സനകാദികൾക്ക് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നത്. ചിത്രം വടതരോർമൂലെ വൃദ്ധാ ശിഷ്യ ഗുരുർയുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാഹ എന്ന് ആചാര്യസ്വാമികള് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് ആമുഖമായിട്ട് എഴുതിയിരിക്കുന്നു. ഇത് ചിന്മുദ്ര. എന്തൊക്കെയാണ് ഈ ചിന്മുദ്രയിൽ നമുക്ക് എന്തൊക്കെയാണ് കാണിച്ചു തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3 വിരലുകള്, അതുപോലെ ചൂണ്ടുവിരല്, അതുപോലെ ഈ തള്ളവിരല്. ഈ തള്ളവിരൽ ബ്രഹ്മത്തെ അഥവാ സത്യത്തെ, പരമാത്മാവിനെ സൂചിപ്പിക്കുന്നതാണത്ര ഈ വിരല്. ഈ 3 വിരലുകള് പ്രകൃതിയെ സൂചിപ്പിക്കുന്നു. പ്രകൃതി
ത്രിഗുണാത്മികയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ സത്വ രജ തമോ ഗുണങ്ങളുടെ മിശ്രിതമാണ്. ഗീതയിൽ നമ്മൾ പഠിക്കും അത്. ത്രിഗുണാത്മിക മായ, ത്രിഗുണാത്മികയായിട്ടുള്ള മായയായിട്ടുള്ള എന്റെ തന്നെ പ്രകൃതി, എന്റെ തന്നെയാണ് പ്രകൃതി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. ആ മായ എന്റെ തന്നെ മായയാണ്. അപ്പം പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ വിരല് ജീവനെ സൂചിപ്പിക്കുന്നു. ഈ ചൂണ്ടുവിരൽ ജീവനെ. അതുകൊണ്ടാണ് പലരും ഇങ്ങനെ കാണിക്കാറ്, നിന്നെ ഞാൻ ശരിയാക്കാം എന്നൊക്കെ. രാമകൃഷ്ണദേവൻ പറയും, നിന്നെ ഞാൻ ശരിയാക്കാം എന്ന് പറയുമ്പോൾ 3 പേര് ഇങ്ങോട്ട് പറയത്രേ, നിന്നെ ഞങ്ങൾ ശരിയാക്കാം എന്ന്. അത് ഓർക്കണമെന്ന് രാമകൃഷ്ണദേവൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഇത് ജീവനെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ വേദാന്തത്തിന്റെ താത്പര്യം ഏതൊരു ജീവനും ഈ പ്രപഞ്ചത്തില്, ഭൂമിയില് പരമമായ സത്യത്തെ അറിയണം എന്നുള്ളതാണ്. ഈ പരമമായ സത്യത്തെ ജീവൻ അറിയണമെങ്കിൽ, ബ്രഹ്മത്തെ അറിയണമെങ്കിൽ ഈ പ്രകൃതിയെ അതിവർത്തിക്കണം. ഈ ത്രിഗുണാത്മികയായിട്ടുള്ള പ്രകൃതിക്ക് സത്വരജ തമോ ഗുണങ്ങൾക്കപ്പുറത്ത് ഗുണാതീതമായിട്ടുള്ള ആ സത്യത്തെ പ്രാപിക്കാൻ ഈ പ്രകൃതിയിൽ നിന്ന് അകലണം. ഈ അതിവർത്തിക്കുന്നതിന്റെ ലക്ഷണമാണ് ഈ വിരൽ വളയുക എന്നത്. വളയുക എന്നത് സാധന കൊണ്ട് നേടേണ്ടതാണ്. ഈ വിരല് 3 വിരലിൽ നിന്ന് അകന്ന് ഇവിടേക്ക് വരുമ്പം പൂർണ്ണത ഉണ്ടാവുകയാണ്, സാക്ഷാത്കാരം സംഭവിക്കുകയാണ്. അതിനെന്ത് വേണം? ഈ വിരലിന് ഈ വിരലിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ തന്നെ പ്രയത്നിക്കേണ്ടതുണ്ട്. പ്രയത്നം, സാധന, ശ്രവണ മനന നിധിധ്യാസനത്തിലൂടെ സത്വരജ തമോ ഗുണങ്ങൾക്കപ്പുറത്തേക്ക് അതിവർത്തിച്ച് ഈ സത്യത്തെ സാക്ഷാത്കരിക്കണം. അങ്ങനെ ഈ സത്യത്തെ സാക്ഷാത്കരിച്ചതിന്റെ ലക്ഷണമായിട്ടാണ് ഈ ചിന്മുദ്ര പറഞ്ഞിട്ടുള്ളത്. ഗംഭീരമുദ്രയാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ ചിന്മുദ്ര ഉണ്ട് എന്നാണ്. നമ്മൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ അവിടെ വാക്കുകൾ പ്രയോഗിക്കാൻ പറ്റാത്ത ഇടങ്ങളാണെങ്കിൽ, ഇപ്പൊ ഇങ്ങനെ ഈ സ്ഥലത്ത് നിങ്ങൾ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കണം, പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഒരാൾ വേറൊരാളോട് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഡ്രസ്സ് ചെയ്തത് നന്നായിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ കൊടുത്താൽ ഇല്ലേ, ഇതിൽ മെസ്സേജ് ഉണ്ട് എന്ന് പറയാം. വളരെ നന്നായിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇടത് കൈ ഉണ്ടായിരിക്കാം അല്ലേ. ഇത് ലോകത്ത് എവിടെ പോയാലും ഇതിന്റെ സാരം ഇതാണ്. ഗംഭീരം, കേമം. ഇതിനപ്പുറത്തൊരു മുദ്ര ഇല്ല കാണിക്കാൻ. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇനി വേണ്ട എന്നാ. മേലിൽ ഈ പരിപാടിക്ക് ഒരു പാട്ട് പാടിയിട്ട് എങ്ങനെയാക്കി കഴിഞ്ഞാൽ ഇനി പാടരുത്, നേരെ മറിച്ച് ഇങ്ങനെയാക്കിയല്ലോ ഗംഭീരം അല്ലേ. അപ്പൊ ചിന്മുദ്ര നമ്മുടെ ഉള്ളിലുണ്ട്. ഇതാരും നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല. ചെറിയ ക്ലാസ്സിൽ അമ്മ പഠിപ്പിച്ചു, അല്ലെങ്കിൽ അച്ഛൻ പഠിപ്പിച്ചു, അധ്യാപകൻ പഠിപ്പിച്ചു, മോനെ നന്നായതിന് ഇങ്ങനെ പറയണമെന്ന്. നിങ്ങൾ ഒരു സ്കൂളിലും പോകാത്ത ആഫ്രിക്കക്കാരനോട് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിച്ചു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും കാര്യം. ഗ്രാമത്തിൽ പോയിട്ട് അവരോട് പറഞ്ഞാലും ചിന്മുദ്ര എന്ന് അവന് ചിലപ്പോൾ അറിയണ്ടാവില്ല. സംഭവം ഗംഭീരം, കേമം എന്ന് വാക്കുകൾക്കപ്പുറത്ത് ഉള്ള ഒരു മുദ്രയാണിത്. ഇതിനോളം ശ്രേഷ്ഠമായ മുദ്ര, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മെസ്സേജ് പോകുന്ന മുദ്ര വേറെ ഇല്ല എന്ന്. അതുകൊണ്ട് ഇതിനെ ജ്ഞാനമുദ്ര എന്നും ചിന്മുദ്ര എന്നും പറയുന്നു. ഇതാണ് ഭഗവാന്റെ ഒരു കയ്യില് ചാട്ടവാറും എന്ന് പറയാം. അപ്പൊ ജീവിതം ഒരു സാധനയാണ്. ഈ ചിന്മുദ്രയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ജീവിതം എന്നുള്ളത് ഒരു സാധനയാണ്. ഈ സാധനയിൽ നാം എത്രമാത്രം ഇഴുകിച്ചേരുന്നു അതിനനുസരിച്ചിരിക്കും ജീവിതത്തിന്റെ സാർത്ഥകത. അങ്ങനെയാണ് ജീവിതം ഉത്സവമാവുന്നത്. അല്ലാതെ ചുറ്റുപാടിനോട് പഴി പറഞ്ഞിരിക്കുക. അതിനാണ് ഈ വളയൽ ഇവിടെ പറയുന്നത്, അതിവർത്തിക്കൽ. അതിനനുസരിച്ച് അത് ദിവ്യമായി തീരുന്നു. ഇതാണ് ഇവിടെ ചിന്മുദ്രയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. വേറെ ഓരോരോ സംശയങ്ങളൊക്കെ ഉള്ളത് സ്വാമി അതാത് സമയത്ത് ദൂരീകരിക്കുന്നതായിരിക്കും.
ഗീത ആരംഭിക്കുമ്പോൾ ഗീത ആരംഭത്തില് ധ്യാന ശ്ലോകത്തില് അവസാനത്തെ ശ്ലോകം നമുക്ക് കാണാം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈഹി സ്തവൈഹി. പറയുന്നു ഇവിടെ യം എന്ന് പറഞ്ഞ ആരെയാണോ ബ്രഹ്മ വരുണ ഇന്ദ്ര രുദ്ര മരുത, ബ്രഹ്മാവ് വരുണൻ ഇന്ദ്രൻ മരുത്തുക്കൾ സ്തുന്വന്തി ദിവ്യൈഹി സ്തവൈഹി, ദിവ്യൈഹി സ്തവൈഹി സ്തുന്വന്തി, ദിവ്യങ്ങളായിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ട് ബ്രഹ്മാവ് ഇന്ദ്രൻ വരുണൻ മരുത്തുക്കൾ ഇവരെല്ലാം ആരെയാണ് സ്തുതിക്കുന്നത് എന്ന് പറയും. അപ്പൊ സ്തുതി എന്ന് പറഞ്ഞാല് സ്തോത്രം, സ്തുതിക്കുക. എന്താ സ്തുതിക്കുക എന്ന് പറഞ്ഞാല്? സ്തുതിക്കുക എന്ന് പറയുമ്പം ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ സ്തുതിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ സ്തുതികൾ നാം കേട്ടിട്ടുള്ളത് ഇല്ലാത്തതിനെ ഉണ്ടാക്കി പറയുന്നതിനെയാണ് സ്തുതി എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ വ്യവഹരിക്കുന്നത്. ഇല്ലാത്തതിനെ ഉണ്ടാക്കി പറയണം. ഒരു പരിപാടി നടക്കുമ്പോൾ, ഒരു സമ്മേളനം നടക്കുമ്പോൾ സ്വാഗതം ആശംസിക്കുന്ന ആള് അധ്യക്ഷനെ കുറിച്ച് പറയുമ്പം പറയും, ഇദ്ദേഹം ഈ സമാജത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്, ഇദ്ദേഹമാണ് ഇതിന്റെ നെടും തൂൺ ഇല്ലേ? ഓ, അപ്പൊ കേൾക്കുമ്പോൾ തന്നെ ആളുകൾ അറിയാം, പിന്നെ ജീവാത്മാവും പരമാത്മാവും. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ അച്ഛനും അച്ചാച്ചനും പിന്നെ കാട്ടുകള്ളന്മാർ എന്ന് നമ്മൾ മനസ്സിൽ പറയും ഇല്ലേ? അങ്ങനെ ഇല്ലാത്ത ഗുണവിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചെങ്കിലും ഉണ്ട് എങ്കിൽ അതിനെ ഇരട്ടിപ്പിച്ച് പറയാം. അഖണ്ഡ ഗീതാജ്ഞാന യജ്ഞത്തിന് ശേഷം സ്വാമി ഒരു വേദിയിൽ സ്വാമിയെ പരിചയപ്പെടുത്തിയ സമയത്ത് അവിടെയുള്ള സ്വാഗതം ആശംസിച്ച ആൾ അങ്ങനെയാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മഹാഭാരതവും ഭാഗവതവും അഖണ്ഡമായി വർഷങ്ങളോളം നടത്തിയ, അങ്ങനെയൊന്നുമില്ല, ദിവസം 1.5 മണിക്കൂർ 108 ദിവസം ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ഇല്ലാത്തത് പറയണം. ശരി സ്വാമി, എന്നാ ഉള്ളത് പറഞ്ഞാൽ സ്തുതിയാവുമോ? ഇല്ല. ഒരാളെ വിളിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, ഇദ്ദേഹം ഒരു മനുഷ്യനാകുന്നു. അപ്പം അത് നിന്ദയാവും. കാരണം അദ്ദേഹം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അദ്ദേഹം മൃഗമല്ല, അദ്ദേഹം മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് ജോലി ഇന്നിടത്താണ്, ഇദ്ദേഹത്തിന് മാസം ഇത്ര രൂപ വരുമാനമുണ്ട്, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഇന്നതാകുന്നു, ഇദ്ദേഹത്തിന് കുട്ടികൾ ഇത്ര കുട്ടികളുണ്ട്. നോക്കൂ, നമ്മൾ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്തുതിയാവില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കഴിവിനെ മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, കുറച്ചുകൂടെ പറയണം. അങ്ങനെ കുറച്ചുകൂടെ ഏറ്റി പറഞ്ഞിട്ടാണ് നാം ഇതുവരെ സ്തുതിയെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഭഗവാന്റെ ഉള്ളത് പറയാൻ തന്നെ സാധ്യമല്ല. ഉള്ളത് പറയാൻ യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ യേന വാക് ന അഭ്യുദ്യതേ. എവിടെയാണോ വാക്കുകൾ ഇല്ലാതെയാവുന്നത്, എന്നാൽ ഏതൊന്നിന്റെ സാന്നിധ്യത്തിൽ വാക്കുകൾ ഉണ്ടാകുന്നു.
യൻ മനസ ന മനുതേ യേനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി. യക്ഷുഷ ന പശ്യതി യേന ചക്ഷൂഗംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി എന്ന് ഉപനിഷത്തിൽ. അതിനെ കണ്ടു വിവരിക്കാനോ അതിനെ പറയാനോ സാധ്യമല്ല. അപ്പൊ ഈശ്വരനെ സ്തുതിക്കുക എന്നുള്ളത് സാധ്യമാണോ എന്ന് ചോദിച്ചാലോ സാധ്യമല്ല. അപ്പൊ ഈശ്വര സ്തുതി എന്ന് പറഞ്ഞാലോ ഒരു ശ്രമം നടത്തലാണ്. ആ ശ്രമം തന്നെ പൂർണ്ണമാകുന്നുണ്ടോ? ഇല്ല. നമ്മുടെ സ്തുതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലാത്തത് പറയുമ്പോഴാണ് സ്തുതി ഉണ്ടാവുന്നത്. ഈശ്വരന്റെ ഇല്ലാത്തത് പറയാൻ പറ്റുമോ? ഇല്ല. ഉള്ളത് തന്നെ ഒരാൾക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പറയുന്നതിൽ ഗംഭീരന്മാരായ കേമന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആരൊക്കെയാണ് അവര്? ബ്രഹ്മാവ്. ആരാണത്ര ബ്രഹ്മാവ്? ബ്രഹ്മാവാണ് ഈ സൃഷ്ടിയുടെ കർത്താവ്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൽ നിന്നും ആവിർഭവിച്ചു എന്നാണ്. അങ്ങനെയാണ്. മഹാവിഷ്ണു സ്വയം ജാതനായിട്ടുള്ളതിന്. ആ മഹാവിഷ്ണു ഒരു ദിവസം ദേവി പുരാണത്തിലാണ് മഹാവിഷ്ണുവിന്റെ ജന്മത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. മഹാവിഷ്ണു ജന്മം കൊണ്ട് മഹാവിഷ്ണു ആലോചിച്ചു, ഞാൻ ആരാണ്, ഞാൻ എന്തിനു വന്നു, കസ്ത്വം കോഹം, ഇതൊക്കെ ചോദിച്ചു. കാമേ താത കോമേ ജനനി കിം കരണീയം, ആരാണ് എന്റെ അച്ഛൻ, ആരാണ് എന്റെ അമ്മ, എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്, എന്റെ കർത്തവ്യം എന്താണ് എന്നൊക്കെ ചോദിച്ച സമയത്ത് ദേവി പ്രത്യക്ഷപ്പെട്ട് പല തോഴിമാരോടുകൂടെ, തോഴിമാരെ പറയുന്നുണ്ട്, ശ്രദ്ധ, ഭക്തി, ദയ, ജ്ഞാനം, ലജ്ജ ഇത്യാദികളൊക്കെയാണ് തോഴിമാരായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവരോടൊപ്പം വന്ന് ബ്രഹ്മാവിനോട് ആരാണ് അങ്ങ് എന്നൊക്കെ പറഞ്ഞു. വിഷ്ണുവിനോട്. എന്നിട്ട് അങ്ങയുടെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് ജാതമാകുമെന്നും ആ ബ്രഹ്മാവ് അങ്ങ് സത്വഗുണപ്രധാനിയാണെന്നും സത്വഗുണത്തിൽ നിന്ന് രജോഗുണപ്രധാനിയായിട്ടുള്ള ബ്രഹ്മാവ് ഉണ്ടാകുമെന്നും ബ്രഹ്മാവിൽ നിന്ന് രുദ്രൻ മഹാദേവൻ തമോ ഗുണപ്രധാനിയായിട്ടും നമ്മളൊക്കെ ഗുണങ്ങൾക്ക് അതീതരല്ല, ഗുണങ്ങളാൽ ഗുണത്തിനനുസരിച്ച് വർത്തിക്കേണ്ടവരാണ്, ഗുണങ്ങൾക്കനുസരിച്ച് നാം ലോകത്തില് സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇത്യാദി പ്രക്രിയകൾ ചെയ്യേണ്ടവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ബ്രഹ്മാവ് സ്തുതിക്കുന്നത് ആരെയാണ്? ആ ബ്രഹ്മാവ് മാത്രമല്ല, വരുണൻ. ഈ വരുണൻ എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ തോന്നും. ചിലപ്പം ഈ അധ്യാത്മ വിഷയത്തില് ഒരിക്കൽ പോലും ഒരു തരത്തിലും പ്രവേശിക്കാത്ത ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ടാവും. അതേസമയം ഈ ശാസ്ത്രം നന്നായിട്ട് ഈ കാര്യങ്ങൾ ബ്രഹ്മാവിനെ കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മാവിന്റെ ജനനവും ആ ബ്രഹ്മാവിന്റെ ഒടുക്കവും അറിയുന്ന പുരാണിക് എൻസൈക്ലോപീഡിയ അങ്ങനെ തന്നെ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടുള്ള ആളുകളും ഉണ്ടാവും. അപ്പം ആ പുതിയ ആളുകൾക്ക് ഒരു ചെറിയൊരു വിവരണത്തിനായിട്ട് സ്വാമി പറയാം. അപ്പൊ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ ഒരു ചിത്രം അല്ലേ? ചതുർമുഖനായിട്ട് ബ്രഹ്മാവിൽ നിന്നാണ് വേദം ആരംഭിച്ചത് എന്ന സത്യലോകത്തിൽ സമാധിയിലിരുന്ന ബ്രഹ്മാവിൽ നിന്ന് വേദം ഉണ്ടായി. ആ ബ്രഹ്മാവ് അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, മരീചി ഇങ്ങനെയുള്ളവർക്ക് പറഞ്ഞുകൊടുത്തു. അവരവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തു. ഇങ്ങനെയൊക്കെ വേദത്തെക്കുറിച്ച് പൂർവികന്മാര് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതൊന്നും പറഞ്ഞാൽ അത്ര ഇങ്ങോട്ട് മനസ്സിലാവില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെയൊക്കെ താത്വികമായി നാം അറിയേണ്ടത്? ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അവലോകനം ചെയ്യുന്നവൻ എന്നാണ്. ബ്രഹ്മാവലോക ധിഷണയുള്ളവൻ. അതുകൊണ്ട് എന്ത് വേണം? ചുറ്റും തല വേണം എന്നാണ്. ചുറ്റും തല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനുള്ള സാമർഥ്യം, അതിനെയാണ് പറയുന്നത്. നിസ്സംഗതയിലിരിക്കുന്നു താമരയിൽ നിന്നാണ് ഉണ്ടായത്. താമരയിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ എന്താണ് താത്പര്യം? നിസ്സംഗതയിൽ നിന്ന്, കാമത്തിൽ നിന്നല്ല എന്ന് പറയാം, യജ്ഞത്തിൽ നിന്ന്. യജ്ഞസന്തതികളെ സൂചിപ്പിക്കുന്നതാണ് താമരയിൽ നിന്ന് ആവിർഭവിക്കുന്നത്. അപ്പൊ നിസ്സംഗതയിലിരിക്കുക. നിസ്സംഗതയിലിരുന്നാൽ താഴ്ന്നു പോവില്ല, സംഘത്തിലിരുന്നാലാണ് താഴ്ന്നു പോവുക എന്ന് പറയാം. ആ ബ്രഹ്മാവ്. പിന്നെ വരുണൻ എന്ന് പറഞ്ഞാൽ അഷ്ടദിക്പാലന്മാരിൽ ഒരാളാണ് വരുണൻ.
ഈ പുരാണമൊക്കെ മനനം ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്ത് മനോഹരമായിട്ടാണ് ഋഷി അവിടെ ഇതിനെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ സമുദ്രത്തിലെ ഗർഭത്തിലിരിക്കുന്നു അത്രേ വരുണൻ. സമുദ്രത്തിന്റെ കേന്ദ്രത്തിൽ വരുണൻ പോയിട്ട് താമസിക്കുക. അങ്ങനെ ആ വരുണനോട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഈ ജലത്തിന്റെ അതിദേവനാണ്, നീയാണ് ഇതിന്റെ രാജാവ്, അതുകൊണ്ട് ഞാൻ നിനക്ക് സ്ഥാനം കൽപ്പിച്ചു തന്നിരിക്കുന്നു. 4 ദിക്ക് പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തെരഞ്ഞെടുത്തിട്ടുള്ളവരാണ് അത്രേ വരുണനും ഇന്ദ്രനും അതുപോലെ യമനും പിന്നെ വൈശ്രവണനും. ഇവിടെ പറയുന്നു ഇവരൊക്കെ ആരാണ്? കശ്യപ പ്രജാപതിയില് അതിഥിയിൽ ജനിച്ച പുത്രന്മാരാണ്. ഇതൊക്കെ നന്നായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതായത് ആ വരുണനോട് ഭഗവാൻ പറയുകയാണ്, നിന്റെ അടുത്തേക്ക് എല്ലാ ജലരാശിയിൽ നിന്നുള്ള എല്ലാവരും, അതായത് നിന്റെ പ്രജകളായിട്ടുള്ള ജലമെല്ലാം, എവിടെയൊക്കെ ഭൂമിയിൽ ജലസ്രോതസ്സുകളുണ്ടോ അതെല്ലാം നിന്നെ കാണാൻ വരും എന്നാണ്. എന്താ ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗം അല്ലേ? എവിടെയൊക്കെ ജലമുണ്ടോ അതിന്റെയൊക്കെ ലക്ഷ്യം എന്താ? സമുദ്രത്തിലേക്കാണ്. അപ്പൊ ഈ ജലകണങ്ങളെല്ലാം, ഓരോ ജലബിന്ദുവും, ഓരോ ജലവും ഈ വരുണദേവനെ കാണാൻ വേണ്ടി പോവുകയാണ് അത്രേ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിൽ ആരാണ് ഈ ജലത്തെ, ഓരോ നദിയെയും ആകർഷിച്ച് സമുദ്രത്തിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസവും? ഏതൊക്കെ പ്രകാരത്തിലാണ് അതിങ്ങനെ ഒഴുകുന്നത്? ഈ വിമാനത്തുനിന്ന് ഏകദേശം നമ്മുടെ ഈ തിരുവനന്തപുരത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് കാണാം, ഒരുപാട് പല വഴിയിൽ നിന്നുള്ളതൊക്കെ ഇങ്ങനെ ഈ സമുദ്രത്തിലേക്ക് വരുന്നത്. പലയിടത്ത് ഒന്ന് മുകളിൽ പോയി നിന്ന് നോക്കിയാലാണ് ഇത് കാണുക, ഈ കാഴ്ചകൾ. ഈ വരുണൻ ആകർഷിക്കുകയാണ് അത്രേ എല്ലാറ്റിനെയും തന്നിലേക്ക്. വളരെ ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആ വരുണനും സ്തുതിക്കുന്നു അത്രേ. ആരെ? ഏതൊരു ദേവനെയാണോ വരുണൻ സ്തുതിക്കുന്നത്. അതുപോലെ ഇന്ദ്രൻ സ്തുതിക്കുന്നത് ആരെയാണ്? രുദ്രൻ സ്തുതിക്കുന്നത് ആരെയാണ്? മരുദ്ഗണങ്ങൾ ഇവരൊക്കെ ആരെയാണ്? ദിവ്യങ്ങളായിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നത്. സ്തുന്വന്തി, സ്തുതിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഇവർക്കൊക്കെ നമ്മുടെ ഭാരതീയ ദർശനത്തില് സൂര്യൻ പോലും ഈ അതിഥിയിൽ ജനിച്ച പുത്രനാണ്. പ്രാജാപത്യ എന്ന് സൂര്യനെ വിളിക്കുന്നുണ്ട്. അത് സൂര്യൻ ഒരു അച്ഛനും അമ്മയും ഉണ്ട് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഒരു കാരണമുണ്ട്, അതിനൊരു കാര്യവുമുണ്ട്, അതിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പൊ ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്നു ആ സത്യം, ബ്രഹ്മം, ബോധം, ഈശ്വരൻ. ഈ വിമാനത്തുനിന്ന് ഏകദേശം നമ്മുടെ ഈ തിരുവനന്തപുരത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് കാണാം, ഒരുപാട് പല വഴിയിൽ നിന്നുള്ളതൊക്കെ ഇങ്ങനെ ഈ സമുദ്രത്തിലേക്ക് വരുന്നത്. പലയിടത്ത് ഒന്ന് മുകളിൽ പോയി നിന്ന് നോക്കിയാലാണ് ഇത് കാണുക, ഈ കാഴ്ചകൾ. ഈ വരുണൻ ആകർഷിക്കുകയാണ് അത്രേ എല്ലാറ്റിനെയും തന്നിലേക്ക്. വളരെ ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആ വരുണനും സ്തുതിക്കുന്നു അത്രേ. ആരെ? ഏതൊരു ദേവനെയാണോ വരുണൻ സ്തുതിക്കുന്നത്. അതുപോലെ ഇന്ദ്രൻ സ്തുതിക്കുന്നത് ആരെയാണ്? രുദ്രൻ സ്തുതിക്കുന്നത് ആരെയാണ്? മരുദ്ഗണങ്ങൾ ഇവരൊക്കെ ആരെയാണ്? ദിവ്യങ്ങളായിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നത്. സ്തുന്വന്തി, സ്തുതിക്കുന്നു എന്ന് പറയാം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാ. ഇവർക്കൊക്കെ നമ്മുടെ ഭാരതീയ ദർശനത്തില് സൂര്യൻ പോലും ഈ അതിഥിയിൽ ജനിച്ച പുത്രനാണ്. പ്രാജാപത്യ എന്ന് സൂര്യനെ വിളിക്കുന്നുണ്ട്. അതായത് സൂര്യൻ ഒരു അച്ഛനും അമ്മയും ഉണ്ട് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഒരു കാരണമുണ്ട്, അതിനൊരു കാര്യവുമുണ്ട്, അതിൽ നിന്ന് ഉണ്ടായതാണ്. ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്നു ആ സത്യം, ബ്രഹ്മം, ബോധം, ഈശ്വരൻ എന്ന് പറയുന്നു. അപ്പൊ ഇവരൊക്കെ സ്തുതിക്കുന്നു. ഇവരൊക്കെയാണോ മാസ്റ്റർ? അല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ ഇംഗ്ലീഷിൽ GOD, ഗോഡ് എന്നുള്ളതില് G എന്ന് പറഞ്ഞാൽ ജനറേറ്റർ, O എന്ന് പറഞ്ഞാൽ ഓർഗനൈസർ, D എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയർ. അതാണ് അത്ര GOD, ഗോഡ്. ഇത് മൂന്നും ഒന്നാണ്. ഭാരതീയ ദർശനത്തില് നശീകരണത്തെയും
അതായത് മഹാദേവനായിട്ട് ആരാധിക്കുന്നു. മറ്റ് ഇതര സംസ്കാരങ്ങളില്, ഇതര മതങ്ങളില് ഇല്ലാതെയാക്കുന്നവനെ ആരെങ്കിലും ആരാധിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. ഇവിടെ ദേവാദിദേവൻ മഹാദേവനാണ്, പരമശിവൻ. ഇവരൊക്കെ ഭഗവാന്റെ നിയമത്തിന് അനുസരിച്ച് വേദത്തിൽ പറയുന്നുണ്ട്, ഭീഷാസ്മാത് വാദപ്പവതേ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യു ധാവത പഞ്ചമ ഇതേ. ഭീഷാസ്മാത് ഭയപ്പെട്ടുകൊണ്ട് വാദ പവതേ കാറ്റടിക്കുന്നു. ഭീഷോദേതി സൂര്യ ആരെയോ ഭയന്ന് സൂര്യൻ ഉദിക്കുന്നു. ഭീഷാസ്മാത് അഗ്നിഹീച്ച ഇന്ദ്രഹാച്ച അഗ്നിയും ഇന്ദ്രനും സ്വവ്യാപാരങ്ങളിൽ വർത്തിക്കുന്നു. മൃത്യു ധാവത പഞ്ചമ ഇതി മൃത്യു ഓടിക്കൊണ്ട് അവന്റെ ജോലി ചെയ്യുന്നു. മൃത്യുവിന് ഇരിക്കാൻ പറ്റില്ല, ഓടിക്കൊണ്ട് ഇടയ്ക്ക് ഇവിടെ വരണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. മൃത്യുവും ഈ അടുത്ത ആരോ പറയേ മടിയനായി എന്ന് പറയാം. എങ്ങനെയാ മൃത്യുവിന്റെ മടി എന്താ ചെയ്യുന്നത്? കൂട്ടത്തോടുകൂടി ഇടയ്ക്ക് ആളെ കൊണ്ടുപോകും. ഒരു ട്രെയിനൊക്കെ ഒറ്റയടിക്കിട്ടിട്ട് പണി വേഗം വേഗം തീർക്കുകയാണ് അത്ര. മൃത്യു ധാവത ഓടിക്കൊണ്ടവൻ അവന്റെ പണി ചെയ്യുന്നു. ആരെ? ഭീഷാസ്മാ ഭയപ്പെട്ടിട്ട്. ആരോ ഏത് ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമത്തിന് വിധേയമായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ചലിക്കുന്നു. അപ്പൊ ഇവരൊക്കെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കേണ്ടത് ഇങ്ങനെയാണ്, ഈ നിയമത്തിനനുസരിച്ച് അവരൊക്കെ വർത്തിക്കുന്നു. തുടർന്ന് പറയുന്നു, സാമഗാഹ. സാമഗാഹ എന്ന് പറഞ്ഞാൽ സാമഗാനം ചെയ്യുന്ന, സാമഗാനം പാടുന്നവർ. വേദത്തിലെ സാമവേദം വേദം 4 പ്രകാരത്തിലാണ്, 3 പ്രകാരത്തിലാണ്. വേദത്രയീ എന്ന് പറയും. വേദത്തിന്റെ സ്വരൂപം അങ്ങനെയാണത്രേ: ഗദ്യം, പദ്യം, ഗാനം. അതുകൊണ്ടാണ് വേദം 3 എന്ന് പറഞ്ഞത്. അല്ലാതെ ഋഗ്വേദവും യജുർവേദവും സാമവേദവും മാത്രമേ ഉള്ളൂ, അഥർവവേദം പിന്നീടുണ്ടായതാണ് എന്നല്ല. വേദത്രയീ എന്ന് പറയുമ്പം വേദത്തിന്റെ സ്വരൂപം 3 എന്നും അത് ഇങ്ങനെ ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും ഗാനരൂപത്തിലുമാണ്. അപ്പൊ ഗാനരൂപത്തിലുള്ളതാണ് സാമവേദം. ആ സാമഗാഹ എന്ന് പറഞ്ഞാൽ സാമഗാനം ചെയ്യുന്നവർ. ആരെയാണ് പാടിപ്പുകഴ്ത്തുന്നത്? സാംഗപദക്രമോപനിഷദൈഹി വേദൈഹി. സാംഗ എല്ലാ അംഗങ്ങളോടും കൂടി. ഏതാണ് എല്ലാ അംഗങ്ങൾ? വേദത്തിന് 6 അംഗങ്ങളുണ്ട്. വേദാന്തത്തെ അല്ലെങ്കിൽ വേദസാരത്തെ ഗ്രഹിക്കാൻ 6 അംഗങ്ങളെ കൊണ്ട് വേദാന്ത സാരത്തെ ഗ്രഹിക്കണം എന്നാണ്. 6 അംഗങ്ങൾ. ഏതൊക്കെയാണ് അത്ര 6 അംഗങ്ങൾ? 1 ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. ഇതാണ് വേദാംഗങ്ങൾ. ഈ വേദാംഗങ്ങളെ കൊണ്ട് എന്താണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ? കുട്ടികളെ അടിച്ചിരുത്തുന്നതിനാണോ ശിക്ഷ എന്ന് പറയാ? അല്ല. തൈത്തിരീയോപനിഷത്തില് ശിക്ഷാവല്ലി എന്ന് പറഞ്ഞൊരു വല്ലി തന്നെയുണ്ട്. അതിൽ പറയുന്നു ആചാര്യൻ, ശിക്ഷാം വ്യാഖ്യാസ്യാമഹ. എന്താണ് ശിക്ഷ എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരാം. വർണ്ണസ്വര മാത്ര ബലം സാമസന്ധാന ഇത്യുക്ത ശിക്ഷാധ്യായ. പറയണം എന്താണ്? വർണ്ണസ്വര മാത്രാബലം സാമസന്ധാന ഇത്യുക്ത ശിക്ഷാധ്യായ. ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അകാരാദി വർണ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, വർണ്ണങ്ങൾ, ഈ ആ, ഈ, ഉ ഇത്യാദി വർണ്ണങ്ങളൊക്കെ എവിടെ വരുന്നു, എങ്ങനെ വരണം, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ശിക്ഷ. പിന്നെ എന്താണ് കൽപ്പം? കൽപ്പം എന്ന് പറഞ്ഞാൽ കൽപ്യതേ ഇതി കൽപ്പം. വേദത്തിന്റെ ശാസ്ത്രം പല പ്രകാരത്തില് ഈ അതിനെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനായിക്കൊണ്ടാണ്, എങ്ങനെയാണ് ഈ വേദത്തിന്റെ ആരംഭം, മന്ത്രങ്ങളുടെ ആരംഭം എങ്ങനെയാണ്, മന്ത്രങ്ങളുടെ ക്രമം എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ കൽപ്പശാസ്ത്രത്തിൽ അടങ്ങിയിരിക്കണമെന്നാണ് കൽപ്പം. അതുപോലെ വ്യാകരണം. നമ്മുടെ ഭാഷാശാസ്ത്രത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കാം. എങ്കിലും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക,
അതിൽ ഗവേഷണം നടത്തിയിട്ടുള്ള പാണിനിയെ പോലുള്ള മഹാത്മാക്കള്, അതായത് ഭാഷയുടെ ഉദ്ഭവം പരമശിവന്റെ ഉടുക്കിൽ നിന്നാണ്. ആയഞ്ഞുരുള് കീണുക്ക് കചടതപ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അതിൽ നിന്നാണ് അത്ര. പരമശിവന്റെ ഉടുക്കിൽ നിന്നാണ് ഭാഷയുടെ ഉദ്ഭവം. ശബ്ദങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്നാണ്. അതിനെ മാഹേശ്വര സൂത്രങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ മാഹേശ്വര സൂത്രങ്ങൾ മുതൽ ആ ഭാഷയിലേക്ക് ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങളൊക്കെ ഈ വ്യാകരണ ശാസ്ത്രത്തിൽ ഉണ്ട്. അപ്പൊ വ്യാകരണത്തിലൂടെ നമുക്കറിയാം. എന്നാൽ വ്യാകരണത്തിന്റെ പരിമിതിയെ ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. നഹി നഹി രക്ഷതി ഡുകൃഞ്ഞ് കരണേ എന്ന്. വെറും വ്യാകരണം പഠിച്ച് ഇരുന്നിട്ട് കാര്യമില്ല എന്ന്. അപ്പൊ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, യാസ്കന്റെ നിരുക്തം എന്ന് പറയാം. നിശ്ചയേന ഉക്തഃ ഇതി നിരുക്തം, ഉറപ്പിച്ച് പറയുന്നത് ഇന്നതാണ് ഇന്നത് എന്നൊക്കെ, അതും ഭാഷാശാസ്ത്രം തന്നെയാണ് നിരുക്തം. പിന്നെ ഛന്ദസ് അതിന്റെ മീറ്റർ, വേദത്തിന്റെ ആ വാക്കുകളുടെ മീറ്റർ എന്ന് പറയും ഛന്ദസ്. പിന്നെ ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ രാഹുകാലവും ഗുളികകാലവും അല്ലെങ്കിൽ കാലങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കട്ടെ, എന്നാ എപ്പോഴാ ഇത് നടക്കുക എന്ന് പറയുന്ന ശാസ്ത്രമാണോ? അതൊക്കെ അതിൽ നിന്ന് ഈ നിമിത്ത ശാസ്ത്രം, അതായത് മഹാഭാരതത്തില് നിമിത്തങ്ങൾ കാണുന്ന ഒരു പർവ്വം തന്നെയുണ്ട്. എത്രയോ അധ്യായങ്ങൾ, വിപരീതങ്ങളായ ഓരോരോ നിമിത്തങ്ങൾ. ഈ നിമിത്തത്തെക്കുറിച്ച് വ്യാസൻ തന്നെ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ, യുദ്ധത്തിന് മുൻപായിട്ടാണ്. അപ്പൊ എന്തൊക്കെ നിമിത്തങ്ങൾ കാണുന്നു എന്നാണെങ്കിലോ ഒരുപാട് നിമിത്തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു വ്യാസൻ ധൃതരാഷ്ട്രനോട് പറയുന്നു, മഹാരാജൻ ഇതാ ഒരു പ്രത്യേക തരം ജീവികൾ, കഴുകന്മാര് ഇതാ ഇന്ന ദിക്കിലേക്ക് പോയി തുടങ്ങി, കിഴക്ക് ദിക്കിനെ ലക്ഷ്യമാക്കി പോവാൻ തുടങ്ങി. അതായത് ഈ കഴുകന്മാർക്ക് അറിയാത്ര ഇതാ കുറെ പേര് മരിച്ചു വീഴാൻ പോകുന്നുണ്ട് എന്ന് ആ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുക. ഇത്രയും പേരെ ഒരുമിച്ച് കിട്ടുന്ന ഇടത്തേക്ക് ഒരുപാട് കൂട്ടം ഈ പച്ച ശവം തിന്നുന്ന, പച്ചയായി മാംസം കഴിക്കുന്ന ജീവികൾ ഒരു പ്രത്യേക ദിക്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, എവിടെയാണോ കുരുക്ഷേത്രം ഈ കൗരവ പാണ്ഡവാദികളെ കൊണ്ട് സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്, ആ ദിക്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്നെന്ന ഈ പക്ഷികളും മറ്റ് മൃഗങ്ങളും ഒക്കെ സഞ്ചരിക്കാൻ തുടങ്ങി. ഈ ആകാശത്തിന്റെ ലക്ഷണം, സൂര്യന്റെ ലക്ഷണം, ചന്ദ്രന്റെ ലക്ഷണം, ഇങ്ങനെ കാറ്റിന്റെ ഗതി, കാറ്റ് തിരിഞ്ഞടിക്കുന്നു. എന്നിട്ട് പൊടിപടലങ്ങളൊക്കെ വന്ന് ഈ ഗൃഹത്തെയും മറ്റുള്ളതിനെയൊക്കെ, പൊടിപടലങ്ങൾ വരാത്തിടത്ത് പൊടിപടലങ്ങൾ വരുന്നു. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പറയുന്നത് മഹാഭാരതത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ലക്ഷണശാസ്ത്രം അതിൽ നിന്നൊക്കെ ഉണ്ടായതായിരിക്കാം. പിന്നീട് ഇതാ പല്ലി ചലിച്ചതാ ഞാൻ പറഞ്ഞില്ലേ, സത്യം. പിന്നീട് ലക്ഷണം പലതും വന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരണ്ട് വന്നു, കണ്ടോ ഇത്ര സത്യമാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗ്ലാസ് വീണു പൊട്ടി, കണ്ടോ ഞാൻ പറഞ്ഞത് കൃത്യം. നിമിത്താനിച്ച പശ്യാമി വിപരീതാനി കേശവ എന്ന് ലക്ഷണം അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്. ഇതൊക്കെ ജ്യോതിഷത്തില് അതിലുപരി ഇതിനെക്കുറിച്ചല്ല ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അത് ജ്യോതി എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത് എന്നാണ്. അതിൽ നക്ഷത്രങ്ങളെക്കുറിച്ചും ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓരോന്നിൻ്റെയും അത് കേവലം ഗൾഫിൽ പോവാൻ യോഗമുണ്ടോ എന്നും എനിക്ക് എപ്പോൾ കല്യാണം കഴിയും എന്നും, അതൊക്കെ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുക, അതിന് എന്തെങ്കിലുമൊക്കെ വഴി തേടുക, അതിനായിട്ട് പറഞ്ഞിട്ടുള്ള ശാസ്ത്രമല്ല എന്ന് പറയാം. പിന്നെ ഈ ജാതകം എന്നും പറഞ്ഞു നമ്മളിങ്ങനെ, ജാതകം എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട് ജാതകം, കം ജാത ഇത് ജാതകം. ജാത എന്ന് പറഞ്ഞാൽ ജനിച്ചത്, കം എന്തിനായിക്കൊണ്ടാണ് നീ ഈ പ്രപഞ്ചത്തിൽ ജനിച്ചത് എന്ന കാര്യത്തെ പറയാനാണ് ജാതകം. ജാതകം അല്ല, ജാതകം അല്ലേ. എന്തിന് ജനിച്ചു, എന്താണ് എൻ്റെ ഈ ജന്മത്തിന്റെ ഉദ്ദേശം. അങ്ങനെ ജന്മത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുമ്പം ഞാൻ ഒറ്റയ്ക്കല്ല ജനിച്ചതെന്നും, ഞാൻ ജനിക്കുന്ന സമയത്ത് ഇവിടെ പലരും ഉണ്ടായിരുന്നു എന്നും, എത്രയോ നക്ഷത്ര സമൂഹങ്ങൾ, അതിൽ പലതും
ഉണ്ടായിരുന്നു, ഞാൻ മാത്രമല്ല. ആ സമയത്ത് ഇവരൊക്കെ സാക്ഷിയായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ സ്വാധീനം എനിക്കുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം ഇത്യാദി അംഗങ്ങളെ കൊണ്ട് ഉപനിഷദൈഹി വേദൈഹി, ഉപനിഷത്തുകളെ കൊണ്ട്, ആ വേദത്തിന്റെ സമസ്ത താത്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപനിഷത്തുകളെ കൊണ്ടും ഗായന്തി, പാടുന്നു. അവരൊക്കെ ഈ സത്യത്തെക്കുറിച്ച് പാടുന്നു. ആരെക്കുറിച്ച്? സത്യത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ യം, ആരെയാണോ എന്ന് പറയുന്നു. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ, ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ, ധ്യാനത്തിൽ അവസ്ഥിതരായി ആ മനസ്സുകൊണ്ട് പരമപദപ്രാപ്തിയെ ലക്ഷ്യമായി മുന്നിൽ വെച്ചിട്ടുള്ള ആ മനസ്സുകൊണ്ട് യോഗിനഃ പശ്യന്തി, യോഗികൾ കാണുന്നു. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. യോഗി എന്ന് പറഞ്ഞാൽ ചേർന്നവൻ എന്നാണ്. യോഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കുകയേ വേണ്ട. നിങ്ങൾക്ക് യോഗിയാവാൻ പറ്റുമോ? പറ്റും. ശരിക്കും സ്വാമി? അതെ, ശരിക്കും. യോഗം എന്ന ശബ്ദം യുജ് ധാതുവിൽ നിന്നാണ്. യുജിർ സമാധൗ എന്നാണ്, സമാധി എന്നാണ്. മേളനെ, യുജിർ സമാധൗ, യുജിർ മേളനെ, മേളനം സമാധി, അങ്ങനെ രണ്ട് ശബ്ദാർത്ഥമാണ്. അപ്പൊ യോഗി എന്ന് പറഞ്ഞാൽ ആരാ? ചേർന്നവൻ എന്നാണ്. ഏതുമായി ചേർന്നവൻ? ഈ തത്വവുമായി ചേർന്നവൻ. അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുകയോ? ഇല്ല. പല വേള നമ്മളും യോഗികളായി ഇരിക്കാറുണ്ട്. യോഗിയുടെ ചിഹ്നങ്ങളൊക്കെ മാറ്റി വെച്ചേക്കും. യോഗിയുടെ ചിഹ്നം നിങ്ങൾ കാണും യോഗി ബീഡിയിൽ, അല്ലേ? യോഗി ബീഡി എന്ന് പറഞ്ഞൊരു ബീഡി തന്നെ ഉണ്ട്. അതും യോഗിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. നമ്മുടെ കേരളത്തില് സാധുവിനും യോഗിക്കും കൊടുത്തിരിക്കുന്ന ഇടം ബീഡി പാക്കറ്റിലാണ്. യോഗി, സാധു, രണ്ടും ഗംഭീര നാമങ്ങളാണ്, ഇല്ലേ? അതിന്റെ ചിത്രവും അങ്ങനെയാണ്. ഇപ്പൊ ഈ വീടി ഉണ്ടോന്ന് അറിയില്ല സ്വാമിക്ക്. ഏതായാലും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളിത് നോക്കി വെച്ചിട്ടുണ്ട്. ഒരു അർദ്ധ വൃത്താകൃതിയിൽ അതിൽ ഒരു യോഗി കമണ്ടലുമായിട്ട് യോഗദണ്ഡവും ഒക്കെ ആയിട്ട് അങ്ങനെ, ഇല്ലേ? ഇപ്പൊ ഉണ്ടോ? ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ പറയൂ. ഉണ്ടെങ്കിൽ ഉണ്ട്. ഒരു കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ അതുണ്ടോന്നറിയില്ല. ഇരിക്കട്ടെ. യോഗി എന്ന് പറഞ്ഞാൽ യോഗിനഃ പശ്യന്തി, അവർ കാണുന്നു. യോഗികളുടെ കാഴ്ച ഈ നേത്രങ്ങളെ കൊണ്ടല്ല, അനുഭവത്തെയാണ് ഇവിടെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ യോഗികൾ യാതൊന്നിനെയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ദർശനം എന്ന് പറയുന്നത്. യോഗിനഃ പശ്യന്തി. എന്നാൽ സുരാസുരഗണാഃ യസ്യ അന്തം ന വിദുഃ, യസ്യാന്തം ന വിദുഃ, യസ്യ യാതൊന്നിന്റെ അന്തത്തെയാണോ, അന്തം എന്ന് പറഞ്ഞാൽ അറ്റത്തെ, അവസാനത്തെയാണോ, ന വിദുഃ അറിയുന്നില്ലയോ. ആര്? സുരാസുരഗണാഃ, സുരന്മാരും അസുരന്മാരും, ദേവന്മാരും അസുരന്മാരും യാതൊന്നിന്റെ പാരമ്യത്തെയാണ് അറിയാത്തത്. അതിന് തസ്മൈ ദേവായ നമഃ, യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ, ആ ദേവനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് മധുസൂദന സരസ്വതി ഈ ധ്യാന ശ്ലോകത്തെ ഇവിടെ ഉപസംഹരിക്കണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.